ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. മക്കളെടാ, നമ്മുടെ മോഡൽ എക്സാം കഴിഞ്ഞു. മോഡൽ എക്സാം കഴിഞ്ഞപ്പം ക്വസ്റ്റ്യൻ പേപ്പർ, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണൊക്കെ ഇപ്പോൾ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഏകദേശം ഇതേ പാറ്റേണിൽ തന്നെയാണ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമും വരിക. അപ്പോൾ നമ്മുടെ മോഡൽ എക്സാം പ്രകാരം മക്കൾക്ക് ഏകദേശം 29 മാർക്കിനാണ് ഡിസ്കോഴ്സുകൾ വന്നിട്ടുള്ളത്. ഡിസ്കോഴ്സുകൾ എന്ന് വെച്ചാൽ ഈ നമ്മുടെ നോട്ടീസ്, അതേപോലെ തന്നെ ഡയറി, പിന്നെ അതേപോലെ ലെറ്റർ, അതേപോലെ ക്യാരക്ടർ സ്കെച്ച്, റൈറ്റപ്പ്, നറേഷൻ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, പിന്നെ അതേപോലെ പാരഗ്രാഫ്, ഇതെല്ലാം കൂടി ഉൾപ്പെട്ടിട്ട് ഏകദേശം നമുക്കൊരു 29 മാർക്കിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നോട്ടീസ് അങ്ങോട്ട് ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാം നമുക്ക് പാഠഭാഗത്തുനിന്ന് എടുത്ത് എഴുതാനുള്ളതാണ്. അതായത് ഇപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ആയാലും ശരി, ന്യൂസ് പേപ്പർ റിപ്പോർട്ടായാലും റൈറ്റപ്പ് ആയാലും ഡയറി ആയാലും ഒക്കെ നമുക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഏകദേശം ഒരു 24 മാർക്കിന് വരും. അപ്പോൾ ആ 24 മാർക്ക് മക്കൾക്ക് ഈസി ആയിട്ട് വാങ്ങാനുള്ള കുറച്ച് ടിപ്സുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. വേറൊന്നുമല്ല, നമുക്ക് പ്രധാനമായിട്ടും റൈറ്റപ്പ് ആയാലും നറേഷൻ ആയാലും ഡയറി ആയാലും ക്യാരക്ടർ സ്കെച്ച് ആയാലും ഒക്കെ വരാൻ സാധ്യതയുള്ള, ഇനിയിപ്പോൾ പാരഗ്രാഫ് ആയാലും ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആയാലും ഒക്കെ, ഇനിയിപ്പോൾ ചിലപ്പോൾ സ്പീച്ച് വന്നുകൂടാകില്ല, ഇതൊക്കെ വന്നാലും നമുക്ക് എഴുതണമെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്ററുകളുടെ സമ്മറി പഠിച്ച് വെച്ചാൽ മതി. ആ സമ്മറി പഠിച്ച് ഓരോ ചാപ്റ്ററിൻ്റെയും സമ്മറി പഠിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് അത് റൈറ്റപ്പായിട്ടും നറേഷനായിട്ടും ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിട്ടും ക്യാരക്ടർ സ്കെച്ചായിട്ടൊക്കെ മാറ്റാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മക്കൾക്ക് പിന്നെ വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് മക്കൾ ഒരുപാട് ഡയറികളോ ഒരുപാട് ലെറ്ററുകളോ അതല്ലെങ്കിൽ ഒരുപാട് റൈറ്റപ്പോ അങ്ങനെ സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഒരു ട്രിക്കിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്ന സമ്മറികൾ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, പിന്നെ അതിലൂടെ നിങ്ങൾ ബാക്കിയുള്ള നമ്മുടെ ഫോർമാറ്റുകൾ, ഡയറിയുടെ ഫോർമാറ്റ്, ലെറ്ററിൻ്റെ ഫോർമാറ്റ്, അതുപോലെ തന്നെ പ്രൊഫൈലിൻ്റെ ഫോർമാറ്റ്, ന്യൂസ്, പിന്നെ നോട്ടീസിൻ്റെ ഫോർമാറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ കുറച്ച് ഗ്രാമറുകൾ, അതായത് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാനുള്ള 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനുള്ള ചോദ്യം ഉണ്ടാവും പാരഗ്രാഫ് വന്നിട്ട്. അതൊരു ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ്. അതെങ്ങനെ ചെയ്യുക എന്നുള്ളത് നമ്മളുടൻ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മറ്റ് ഗ്രാമറുകളായിട്ടുള്ള റിപ്പോർട്ടഡ് സ്പീച്ച്, അതുപോലെ എഡിറ്റിംഗ്, പിന്നെ ഫ്രേസൽ വെർബുകൾ, അതുപോലെ നമ്മുടെ ലാസ്റ്റുള്ള നൗൺ ഫ്രേസ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ ഈ വീഡിയോകളൊക്കെ കണ്ടിട്ട് മക്കൾ പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ 80-ൽ 80 തന്നെ മക്കൾക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ മക്കൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് ഇതിൽ പറയുന്ന പോലെ ഓരോ ചാപ്റ്റർ മക്കൾക്ക് വേറെ ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്കൊന്നും വായിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഓരോ ചാപ്റ്ററിൻ്റെയും സമ്മറി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമ്മറി കേട്ടാൽ ഒരു മണിക്കൂറോളം ഉണ്ട്. ഇത് കേട്ടാൽ തന്നെ എല്ലാ ചാപ്റ്ററുകളും മക്കൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ചാപ്റ്ററുകളൊന്നും ഇതുവരെ തൊടാത്തവർക്കും ഇതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാസ് കേൾക്കുന്ന പോലെ ചാപ്റ്ററുകൾ മൊത്തം മനസ്സിലാക്കാം. ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്താൽ. അപ്പം ഇതിലും നല്ലൊരു ഓപ്ഷൻ വേറെ ഇല്ല. അപ്പോൾ ഈ വീഡിയോ മൊത്തം കാണാം. എന്നിട്ട് നോട്ട്സ് വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, എഴുതിയെടുക്കുക, എന്തെങ്കിലും ചെയ്യാം കേട്ടോ. The Castaway is an interesting story written by Rabindranath Tagore. Rabindranath Tagore എഴുതിയ ഒരു രസകരമായ കഥയാണ് Castaway. The story depicts the love and care experienced by an orphan boy named Neelakanta from a young lady named Kiran. അതായത് കിരൺ എന്ന പേരുള്ള ഒരു യുവതിയിൽ നിന്നും നീലകണ്ഠ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനാഥ പയ്യൻ ലഭിച്ചിട്ടുള്ള സ്നേഹവും പരിചരണവുമാണ് ഈ കഥയിലൂടെ പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു നറേഷനോ അതല്ലെങ്കിൽ റൈറ്റപ്പോ വന്നു കഴിഞ്ഞാൽ ഈ ഫസ്റ്റത്തെ പാരഗ്രാഫ് എഴുതിയാൽ മതി. അതല്ലാതെ ഇതിലെ ഏതെങ്കിലും കഥാപാത്രം കിരണോ അല്ലെങ്കിൽ സതീഷോ അല്ലെങ്കിൽ ശരത്തോ ആരെങ്കിലും പറയുന്ന ഒരു നറേഷനാണ് നിങ്ങൾക്കെങ്കിലും വരുന്നതെങ്കിൽ നിങ്ങൾ ഈ ഫസ്റ്റത്തെ പാരഗ്രാഫ് എഴുതേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ പാരഗ്രാഫ് മുതൽ തുടങ്ങിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കാം. വൺ ഈവനിങ്, ഒരു വൈകുന്നേരം, എന്താണ്, ഇൻ വൺ ഓഫ് ദ റിവർ സൈഡ് ഹൗസസ് ഇൻ ദ ചന്ദൻനഗർ വില്ലേജ്, ശരത് ആൻഡ് കിരൺ, എ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, എൻഗേജ്ഡ് ഇൻ എ വെർബൽ ബാറ്റിൽ. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം നദിക്കരയിലുള്ള, അതായത് ചന്ദൻ നഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജ്, ഒരു ഗ്രാമത്തിന്റെ അടുത്തുള്ള ഗ്രാമത്തിലെ ഒരു നദിക്കരയിലെ ഒരു വീട്ടിൽ ശരത്ത് പിന്നെ അതേപോലെ തന്നെ കിരൺ എന്ന പേരുള്ള ഒരു ഭാര്യയും ഭർത്താവും കൂടി ഒരു വെർബൽ ബാറ്റിൽ, ഒരു വാക്തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. There were heavy rainfall and thunderstorms occurring outside. പുറത്താണെങ്കിൽ നല്ല ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പിന്നെ കിരൺ വാസ് സീരിയസ്ലി സിക്ക്. കിരൺ ആണെങ്കിൽ ഭയങ്കര അസുഖബാധിതയാണ്. ആൻഡ് ഓൾ ഹെർ വില്ലേജേഴ്സ് വിഷ്ഡ് ദാറ്റ് ഷീ വുഡ് റിട്ടേൺ ടു ഹെർ ഹൗസ് ഫോർ എ ചേഞ്ച്. അപ്പോൾ അവളുടെ ഗ്രാമത്തിലുള്ള എല്ലാവരും അവൾക്കൊരു മാറ്റം വേണം, അതുകൊണ്ട് അവൾ എത്രയും പെട്ടെന്ന് ഗ്രാമത്തിലേക്ക് തന്നെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയാണ്. കിരൺ ഹെർസെൽഫ് ഓൾസോ വാണ്ടഡ് ടു ഗോ ബാക്ക് ടു ഹെർ നാറ്റീവ് വില്ലേജ് ബിക്കോസ് ഷീ ബിലീവ്ഡ് ദാറ്റ് ഷീ വാസ് ഓൾ റൈറ്റ് ദെൻ. അതായത് കിരണും അതേപോലെ തന്നെ എങ്ങനെയെങ്കിലും ഗ്രാമത്തിൽ എത്തിയാൽ മതി എന്നാണ് അവളും ആഗ്രഹിക്കുകയാണ്. കാരണം അവളുടെ വിചാരം അവളുടെ അസുഖമൊക്കെ മാറി എന്നുള്ളതാണ്. ദെൻ മോർ ഓവർ, അതിലുപരി ഷീ ഫെൽറ്റ് ബോർഡം ബൈ ഡൂയിങ് നത്തിങ് ദർ. അത് മാത്രമല്ല, ആ വീട്ടിൽ ഒന്നും ചെയ്യാതെ അവൾക്ക് ആകെ ബോറടിച്ചിട്ടുണ്ട്. ദെൻ ബട്ട് ശരത് ആൻഡ് ഹിസ് മദർ വാണ്ടഡ് ഹെർ ടു സ്റ്റേ എ ലിറ്റിൽ ലോങ്ങർ ബിക്കോസ് ദ ഡോക്ടർ ഹാഡ് സജസ്റ്റഡ് സോ. പക്ഷേ നമ്മുടെ കിരണിന്റെ ഭർത്താവായിട്ടുള്ള ശരത്തും ശരത്തിന്റെ അമ്മയും അവളെ ഇവിടെ തന്നെ കുറച്ചു കാലം നിൽക്കണമെന്ന് പറയാണ്. കാരണം ഡോക്ടർ അവരോട് അങ്ങനെയാണ് നിർദ്ദേശിച്ചത്. ദെൻ ദിസ് വാസ് ദ സബ്ജക്ട്
സബ്ജക്ട് ഓഫ് ദെയർ വെർബൽ ബാറ്റിൽ. ഇതായിരുന്നു ഇവരുടെ കലഹത്തിന്റെ കാരണം. അപ്പൊ മക്കളെ ഫസ്റ്റ് പാരഗ്രാഫിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ഇങ്ങനെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും വാക്ക് കിട്ടിയില്ല, സെന്റൻസ് കിട്ടിയില്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ എഴുതാൻ പറ്റും. അതിനാണ് ഇങ്ങനെ അർത്ഥം പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി അടുത്ത പാരഗ്രാഫ് നോക്ക്. സഡൻലി, പെട്ടെന്ന്, അതായത് ഇവന്മാർ തമ്മിൽ ഇങ്ങനെ കലഹം നടക്കുന്നതിന്റെ പെട്ടെന്ന് എന്ത് ചെയ്തു? their quarrel was interrupted by a loud cry of a boy. ഒരു ആൺകുട്ടിയുടെ വലിയൊരു കരച്ചിൽ കേട്ടുകൊണ്ട് ഇവരുടെ ആ കോറൽ എന്ന് പറഞ്ഞാൽ കലഹം, ഇവരുടെ വഴക്ക് അവിടെ തടസ്സപ്പെടുകയാണ്. ഇറ്റ് വാസ് നീലകണ്ഠ. അപ്പൊ ആരുടെ കരച്ചിലായിരുന്നു? അത് നീലകണ്ഠയുടെ കരച്ചിലായിരുന്നു. എ സർവൈവർ ഓഫ് എൻ അപ്റ്റേൺഡ് ബോട്ട് ഇൻ ദ റിവർ. നദിയിൽ അപ്റ്റേൺഡ് ആയ, തലകീഴായി മറിഞ്ഞ ഒരു ബോട്ടിൽ നിന്നും സർവൈവർ ആയി രക്ഷപ്പെട്ടു വന്ന ഒരു പയ്യന്റെ കരച്ചിലായിരുന്നു അത്. ഹി ബിലോങ് ടു എ ഡ്രാമ ഗ്രൂപ്പ്. അവൻ ഒരു ഡ്രാമ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു. then their boat perished in the river as they were going to a neighboring village for a show. ഒരു ഷോ അവതരിപ്പിക്കാൻ, ഒരു നാടകം അവതരിപ്പിക്കാൻ വേണ്ടി അയൽപക്കത്തെ ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ അയൽപക്കത്തുള്ള ഒരു പ്രദേശത്തേക്ക് പോവുകയായിരുന്നു ഇവർ, ഈ നാടക സംഘം. അപ്പോഴാണ് അവരുടെ എന്ത് ചെയ്തു? ബോട്ട് പെരിഷ്ഡ് ആയത്, ഈ വെള്ളപ്പൊക്കത്തിൽ ആകെ തകർന്നു പോയത്. ദെൻ നീലകണ്ഠ സർവൈവൽ ഗേവ് കിരൺ എ ന്യൂ ബർത്ത്. അപ്പൊ നീലകണ്ഠയുടെ ഈ വരവ് കിരൺ ഒരു പുതുജീവൻ നൽകുകയാണ്. ശരത് ആൻഡ് ഹിസ് മദർ ബിക്കേം വെരി ഹാപ്പി ആസ് കിരൺ വുഡ് സ്റ്റേ ലോങ്ങർ ദർ ഇൻ ദ കമ്പനി ഓഫ് നീലകണ്ഠ. നീലകണ്ഠന്റെ ഈ കമ്പനി കിട്ടിയത് കാരണം കിരൺ ഇവിടെ കുറെ കാലം നിൽക്കുമെന്ന് ഓർത്തതോട് കൂടിയിട്ട് ശരത്തിന്റെ അമ്മയും ഹാപ്പി ആവുകയാണ്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയില്ലേ? ബട്ട് നീലകണ്ഠ സൂൺ മെയ്ഡ് ബാഡ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ നോട്ടി വില്ലേജ് ബോയ്സ് ആൻഡ് മെയ്ഡ് എ സ്ട്രീറ്റ് ഡോഗ് ആസ് ഹിസ് പെറ്റ്. പക്ഷെ നമ്മുടെ നീലകണ്ഠ പിന്നെ എന്താ ചെയ്യുന്നത്? അവിടെയുള്ള കുറെ വൃത്തികെട്ട ആൾച്ചക്കന്മാരുമായിട്ട് കമ്പനിയാകുന്നു. അതേപോലെ തന്നെ അവിടെ ഒരു തെരുവ് നായി അവന്റെ പെറ്റാക്കി മാറ്റുകയും ചെയ്യാണ്. സൂൺ, ഉടനെ തന്നെ അല്ലെങ്കിൽ അധികം വൈകാതെ, ശരത് ഗോട്ട് മെനി കംപ്ലൈന്റ്സ് ഫ്രം ഹിസ് നൈബർഹുഡ് അബൌട്ട് നീലകണ്ഠ ആൻഡ് ഹിസ് ഫ്രണ്ട്സ്. നീലകണ്ഠനെ കുറിച്ചും അവന്റെ കൂട്ടുകാരെ കുറിച്ചും ഒരുപാട് കംപ്ലൈന്റുകൾ നമ്മുടെ ശരത്തിന് അയൽപക്കത്ത് നിന്ന് വരികയാണ്. ദോ ശരത് ട്രൈഡ് ടു സെൻഡ് നീലകണ്ഠ അവേ, ഇറ്റ് ബിക്കേം ഇൻ വെയിൻ ബൈ കിരൺ സ്ട്രോങ് പ്രൊട്ടസ്റ്റ്. അങ്ങനെ ശരത് എങ്ങനെയെങ്കിലും നീലകണ്ഠനെ അവിടുന്ന് ഒഴിവാക്കാൻ നോക്കിയെങ്കിലും പക്ഷേ കിരണിന്റെ ശക്തമായ എതിർപ്പ് കാരണം, പ്രൊട്ടസ്റ്റ് കാരണം അവനത് നടക്കാതെ പോവുകയാണ് കേട്ടോ. ഇൻ വെയിൻ എന്ന് പറഞ്ഞാൽ പാഴായി പോവുകയാണ്. ഇനി രണ്ട് പാരഗ്രാഫും കൂടിയുള്ള മക്കളെ നമുക്ക് നോക്കാം. നീലകണ്ഠ പെർഫോംഡ് വേരിയസ് തിയേറ്ററിക്കൽ പെർഫോമൻസസ് ടു എന്റർടൈൻ കിരൺ. അപ്പൊ കിരണിനെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മുടെ നീലകണ്ഠ പലതരത്തിലുള്ള തിയേറ്ററിക്കൽ പ്രസൻസ്, അവന്റെ നാടകത്തിലെ പല രംഗങ്ങളും ഇവർക്ക് മുന്നിൽ അഭിനയിച്ച് കാണിച്ചു കൊടുക്കാറുണ്ട്. നീലകണ്ഠ വാസ് ഓൾസോ വെരി ഹാപ്പി ആസ് ഷീ ഗോട്ട് മദർലി ആൻഡ് സിസ്റ്റർലി ലവ് ആൻഡ് കെയർ ഫ്രം കിരൺ. ഇനി കിരണിന്റെ അടുത്ത് നിന്ന് നല്ല സഹോദരിയുടെയും അതേപോലെ അമ്മയുടേതുമായിട്ടുള്ള സ്നേഹവും പരിചരണമൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ നീലകണ്ഠയും ഭയങ്കര ഹാപ്പിയാണ്. ദെൻ മീൻ വൈൽ ശരത് യങ്ങർ ബ്രദർ സതീഷ് കെയിം ദെയർ ടു സ്പെൻഡ് ഹിസ് വെക്കേഷൻ. അങ്ങനെ ഇരിക്കുകയാണ് ഒരു അവധിക്കാലം ആഘോഷിക്കുന്നതിന് വേണ്ടി ശരത്തിന്റെ ചെറിയ സഹോദരനായ സതീഷ് അവിടേക്ക് വരുന്നത്. കിരൺ ആൻഡ് സതീഷ് വേർ ദ സെയിം ഏജ് ആൻഡ് ദേ എൻഗേജ്ഡ് ഓൾ ദ ടൈം ഇൻ മെറി മേക്കിംഗ്. അപ്പൊ കിരണും സതീഷും ഒരേ പ്രായക്കാരായതുകൊണ്ട് തന്നെ പിന്നീട് അവിടെ നിന്ന് കൊണ്ട് ഫുൾ ടൈം ഇവർ രണ്ടുപേരും കൂടി ഭയങ്കര കളിച്ചിരി തമാശകളുമായിട്ട് കടന്നു പോവാണ്. ദിസ് മെയ്ഡ് നീലകണ്ഠ ജലസ് ഓൺ സതീഷ്. അപ്പൊ ഇത് സതീഷിന്റെ മേലെ ഒരു അസൂയ ഉണ്ടാക്കാൻ നീലകണ്ഠന് കാരണമായി മാറി അല്ലെ. ഹി വാണ്ടഡ് ടു ടേക്ക് റിവെഞ്ച് അപ്പോൺ സതീഷ്, സോ ഹി ടുക്ക് സതീഷ് ഫേവറേറ്റ് ഇങ്ക് സ്റ്റാൻഡ് ത്രോ ഇൻടു ദ റിവർ. അങ്ങനെ സതീഷിനോട് പ്രതികാരം ചെയ്യാൻ റിവെഞ്ച് ആയിട്ട് ഇവൻ എന്ത് ചെയ്തു? സതീഷിന്റെ വിലപിടിപ്പുള്ള ആ ഇങ്ക് സ്റ്റാൻഡ് മോഷ്ടിച്ചു. അത് നദിയിലേക്ക് എറിയണമെന്നായിരുന്നു ഇവന്റെ തീരുമാനം. ഇനി എന്താ സംഭവിക്കണേ? ഫൈനലി അവസാനം ദ ഫാമിലി ഡിസൈഡഡ് ടു റിട്ടേൺ ടു ദെയർ നാറ്റീവ് വില്ലേജ്. അങ്ങനെ കിരണിന്റെ അസുഖമൊക്കെ മാറിയ ശേഷം ഈ ഫാമിലി അവരുടെ സ്വദേശത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. കിരൺ വാണ്ടഡ് ടു ടേക്ക് നീലകണ്ഠ വിത്ത് ദം. കിരൺ ആണെങ്കിൽ നീലകണ്ഠനെ അവരുടെ കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഓൾ അതേഴ്സ് ഓപ്പോസിറ്റ്. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ സതീഷും ശരത്തും ശരത്തിന്റെ അമ്മയും എല്ലാവരും ഇതിനെ എതിർത്തു. കിരൺ വാണ്ടഡ് ടു ഗിവ് ഹിം സം സർപ്രൈസ് ഗിഫ്റ്റ്. എന്നാൽ കിരണ് നമ്മുടെ നീലകണ്ഠൻ എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം എന്ന് അവൾ തീരുമാനിക്കുകയാണ്. കുറച്ച് വസ്ത്രങ്ങളും പൈസക്കാണ് കൊടുക്കണം തീരുമാനിക്കുന്നത്. ആൻഡ് ഓപ്പൺഡ് ഹിസ് ബോക്സ്. അങ്ങനെ ആ വസ്ത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ ബോക്സ് ഇവൾ തുറക്കുകയാണ് അല്ലെ. ഷീ വാസ് സർപ്രൈസ്ഡ് ടു സീ സതീഷ് മിസ്സിംഗ് ഇങ്ക് സ്റ്റാൻഡ് ഇൻ ഇറ്റ്. പക്ഷേ ആ ബോക്സിനകത്ത് ഇവളാകെ സർപ്രൈസ് ആവുകയാണ്. അതിനകത്ത് എന്ത് കാണുകയാണ്? നമ്മുടെ സതീഷിന്റെ മിസ്സായ ഇങ്ക് സ്റ്റാൻഡ് കണ്ടപ്പോൾ ഇവളാകെ ഞെട്ടിപ്പോയി. ദെൻ മീൻ വൈൽ അതേസമയം നീലകണ്ഠ കെയിം ദർ ആൻഡ് സോ കിരൺ സിറ്റിംഗ് ഇൻ ഹിസ് റൂം ഹോൾഡിംഗ് ദ ഇങ്ക് സ്റ്റാൻഡ്. അപ്പോൾ ആ സമയത്താണ് യാദൃശ്ചികമായിട്ട് ഒരു കോയിൻസിഡൻസ് ആയിട്ട് നീലകണ്ഠ അവിടേക്ക് റൂമിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് അവൻ കാണുന്ന എന്താ? താന് സതീഷിന്റെ അടുത്ത് മോഷ്ടിച്ച ഇങ്ക് സ്റ്റാൻഡും പിടിച്ചിട്ട് നമ്മുടെ കിരൺ ഇങ്ങനെ നിൽക്കുന്നതാണ് ഇവൻ കാണുന്നത്. ദെൻ ഹി ന്യൂ ദാറ്റ് ഹി കുഡ് നോട്ട് പ്രൂവ് ഹിസ് ഇന്നസെൻസ് എനിവൺ ആൻഡ് ഹി ലെഫ്റ്റ് ദ പ്ലേസ്. അപ്പൊ ഇനി തന്റെ ഇന്നസെൻസ്, തന്റെ നിരപരാധിത്വം എന്തായാലും ആർക്കും തെളിയിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് ഇവന് ബോധ്യപ്പെടുകയാണ്. അങ്ങനെ അവൻ ആ സ്ഥലം വിടുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും എഴുതി കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് സമ്മറി ആയി. സിമ്പിൾ അല്ലേ? വളരെ കുറച്ചേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതെന്തായാലും നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇത് ഒരു നറേഷൻ ആയിട്ട് വരികയാണെങ്കിലും ലെറ്റർ ആയിട്ട് വരികയാണെങ്കിലും എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഇൻ കേസ് നിങ്ങൾക്ക് നമ്മുടെ കിരണാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. അപ്പൊ കിരൺ എഴുതുന്ന ഒരു കത്ത്, കിരൺ ആർക്കെങ്കിലും വെക്കുന്ന ഒരു കത്തോ അതല്ലെങ്കിൽ കിരണിന്റെ ഒരു ഡയറി എഴുതുകയോ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം നമുക്ക് നോക്കാം. അപ്പൊ ഒരു കത്താണെങ്കിൽ നമുക്ക് കത്തിന്റെ ഫോർമാറ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി പല വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഫോർമാറ്റ് അനുസരിച്ച് തന്നെ ചെയ്യേണ്ട. ഫോർമാറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പകുതി മാർക്കേ കിട്ടുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ അഭിസംബോധന ഒക്കെ ചെയ്ത് ആർക്കാണ് കത്തുന്ന ഒരു അഭിസംബോധന ഒക്കെ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങുന്ന വൺ ഈവനിങ് ഇൻ വൺ ഓഫ് ദ റിവർ സൈഡ് ഹൗസ്. അങ്ങനെയൊന്നും വേണ്ട. എന്താണ്? വൺ ഈവനിങ് ശരത് ആൻഡ് കിരൺ എന്നുള്ളതിന് പകരം
ഐ എന്ന് എഴുതാം. ഓക്കെ, ശരത് ആൻഡ് ഐ അല്ലെങ്കിൽ ശരത് ആൻഡ് മീ. ഓക്കെ, എന്താ ശരത് ആൻഡ് ഐ, എന്നിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നൊന്നും വേണ്ട. എന്ത് ചെയ്തു? ശരത് ആൻഡ് ഐ എൻഗേജ്ഡ് ഇൻ എ വെർബൽ ബാറ്റിൽ. അപ്പോൾ ഒരിക്കലും ഒരു വൈകുന്നേരം ഞാനും ശരത്തും തമ്മിൽ ഇങ്ങനെ ഒരു വെർബൽ ബാറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ദേവർ ഹെവി റെയിൻഫോൾ, ഇതൊക്കെ അതേമാതിരി തന്നെ എഴുതാം. പിന്നെ ഈ കിരൺ എന്നുള്ളതൊക്കെ ഐ വെക്കുക. ഓക്കെ, ഐ പിന്നെ ഹെർസെൽഫ് വേണമെന്നില്ല. എന്താണ്? ഐ ഓൾസോ വാണ്ടഡ് ടു ഗോ ബാക്ക്. ഇങ്ങനെയുള്ള ഈ സാധനങ്ങൾ ഇങ്ങനെ വെക്കുക. ബിക്കോസ് ഇവിടെ ഷീ ഉള്ളടത്തൊക്കെ ഐ വെക്കുക, ഷീ ഉള്ളടത്തും കിരൺ ഉള്ളടത്തൊക്കെ ഐ വെക്കുക. ബിക്കോസ് ഐ ബിലീവ്ഡ് ദാറ്റ് ഐ വാസ് ഓൾ റൈറ്റ് ദെൻ, മോർ ഓവർ ഐ ഫെൽറ്റ് ബോർഡം ബൈ ഡൂയിങ് നത്തിങ് ദർ, ബട്ട് ശരത് ആൻഡ് ഹിസ് മദർ വാണ്ടഡ് എന്താ ഹെർ എന്നുള്ളടത്ത് മീ എന്നാക്കുക. ഓക്കെ, ഹെർ എന്നുള്ള ചില സ്ഥലത്ത് മീ എന്നാവും, ചില സ്ഥലത്ത് മൈ എന്നാവും. നിങ്ങൾ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റി കൊടുക്കുക. ലോങ്ങർ ബിക്കോസ് ദ ഡോക്ടർ ഹാഡ് സജസ്റ്റഡ് ദിസ് വാസ് ദ സബ്ജക്ട് ഓഫ് ദെയർ എന്നുള്ളതിന് എന്താണ്? അവർ എന്നാക്കുക. ഓക്കെ, ഞങ്ങളുടെ വഴക്കിന് കാരണം ഇതായിരുന്നു. അത് എഴുതിയില്ലേലും കുഴപ്പമില്ല, സെന്റൻസ് എഴുതിയില്ലേലും കുഴപ്പമില്ല. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നീലകണ്ഠം വരുന്നതും മറ്റുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ ചില സ്ഥലത്ത് കിരൺ വരും. ആ കിരൺ വരുന്നതൊക്കെ നിങ്ങൾ അയിന്ന് വെച്ചെടുക്കുക. ഓക്കെ, ഇതന്നെ നിങ്ങൾക്ക് ഡയറി ആയിട്ട് എഴുതാം. പക്ഷേ നിങ്ങൾക്ക് ഡയറി ആയിട്ട് എഴുതുമ്പോൾ ലെറ്റർ ആയിട്ട് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആക്കേണ്ട, നിങ്ങൾക്ക് ഇതിലുള്ള ചില സെന്റൻസുകളൊക്കെ അങ്ങോട്ട് വിഴുങ്ങാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ മെത്തേഡ് മനസ്സിലായല്ലോ. അപ്പോൾ ലാസ്റ്റ് വരെ നിങ്ങൾക്ക് ഇതന്നെ ചെയ്താൽ മതി. ഇടയ്ക്ക് ചില സെന്റൻസുകൾ ഒഴിവാക്കാൻ, ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഒഴിവാക്കിയാലും കുറേ ലെങ്ത് വരും. അത്ര ലെങ്ത് ഒന്നും നമുക്ക് കത്തിനും ഡയറിക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ഒഴിവാക്കിക്കോളുന്നത്. പിന്നെ ഡയറി ഇങ്ങനെ പാരഗ്രാഫ് തിരിച്ചൊന്നും എഴുതണ്ട. കത്താണെങ്കിൽ പാരഗ്രാഫ് തിരിച്ച് ചെയ്താൽ, ഡയറി ആണെങ്കിൽ നിങ്ങൾക്ക് പാരഗ്രാഫ് ഇല്ലാതെ സ്ട്രൈറ്റ് ആയിട്ട് എഴുതിയാൽ മതി. കുറേ സെന്റൻസുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുന്നില്ല. നിങ്ങളുടെ ഈ സ്റ്റാർട്ടിംഗ് ഒക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നീലകണ്ഠന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് ആണെന്ന് വരുന്നെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോളി. ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുമ്പോൾ അതിന് ഒരു ഹെഡിങ് കൊടുക്കണം, അറിയാലോ. അപ്പോൾ നിങ്ങൾക്ക് നീലകണ്ഠ എ സർവൈവർ ഓഫ് അപ്റ്റേൺഡ് ബോട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു എന്ത് ചെയ്യുക, ഒരു ടൈറ്റിൽ കൊടുക്കാം. നീലകണ്ഠ എന്ന് മാത്രം കൊടുത്താലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് തന്നെ ഇരുന്ന പോലെ നീലകണ്ഠ ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ അല്ലെങ്കിൽ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ ഷോർട്ട് സ്റ്റോറി ദ കാസ്റ്റവേ റിട്ടൺ ബൈ രവീന്ദ്രനാഥ ടാഗോർ. അതായത് രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ഇന്ന കഥയിലെ കാസ്റ്റവേ എന്ന കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് നീലകണ്ഠ. അത് മെൻഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്താ ഇതേണ്ട അറിയോ? ഇവിടെ കണ്ടില്ല നീലകണ്ഠ എഴുതി ഈ വാസ് പുറത്ത് കിട്ടുക. നീലകണ്ഠ വാസ് എ സർവൈവർ ഓഫ് എൻ അപ്റ്റേൺഡ് ബോട്ട് ഇൻ ദ റിവർ. ഓക്കെ, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ ഫുള്ള് നിങ്ങൾ ഇതിലുള്ള പറഞ്ഞ അതേ കാര്യങ്ങൾ എന്നും ഇങ്ങോട്ട് എഴുതിയാൽ മതി ലാസ്റ്റ് വരെ. അതിൽ നിങ്ങൾ ഫുള്ളായിട്ട് എഴുതണമെന്നില്ല. ഇതൊരു 6 മാർക്കിനൊക്കെ ചോദിക്കുക. ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സെന്റൻസുകളൊക്കെ ഇടയിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വിട്ട് ഒഴിവാക്കുക. പക്ഷേ നീലകണ്ഠന്റെ പേര് പറയുന്ന സെന്റൻസുകൾ ഉണ്ട്. ആ സെന്റൻസുകളൊക്കെ കഴിയുന്നതും എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം ഇതങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ നീലകണ്ഠന്റെ ക്യാരക്ടർ സ്കെച്ചുമായി. സിമ്പിൾ അല്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരൊറ്റ ചോദ്യം പഠിച്ചാൽ പിന്നെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് വേറെ ചോദ്യങ്ങളൊന്നും പഠിക്കേണ്ട. അഡ്വഞ്ചേഴ്സിന്റെ ബനിയൻ ട്രീ, അതിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് സ്നേക്കും മംഗൂസും തമ്മിലുള്ള, അതായത് പാമ്പും കീരിയും തമ്മിലുള്ള ഫൈറ്റിന്റെ സീന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നറേഷൻ ഇതിനു മുമ്പും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പം ആ നറേഷൻ എങ്ങനെയാണ് തയ്യാറെടുക്കുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ തന്നിട്ടുള്ളത്. ദ ബോയ് വാസ് ത്രിൽഡ് അറ്റ് സീയിങ് ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദ മംഗൂസ്. അതായത് നമ്മുടെ കഥയിലെ നെറേറ്ററായ ആ കുട്ടി ഈ മംഗൂസും കോബ്രയും തമ്മിൽ നടക്കുന്ന ആ ഫൈറ്റ് കണ്ടിട്ടാകെ ത്രില്ലായി. യു മേ ഓൾസോ ഹാവ് ദ സെയിം ഫീലിംഗ്. നിങ്ങൾക്കും അതുപോലൊരു ഫീലിംഗ് ഉണ്ടായേക്കാം അല്ലേ? സ്വാഭാവികമായിട്ടും ആ ഒരു കഥ വായിച്ച സമയത്ത് നിങ്ങൾക്കും ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും ആര് ജയിക്കുന്നുള്ള കാര്യത്തിൽ. നറേറ്റ് ദ ഫൈറ്റ് സീൻ ഇൻ യുവർ ഓൺ വേർഡ്സ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ കഥ ഒന്ന് നറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റ് സീൻ ഒന്ന് നറേറ്റ് ചെയ്യാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു നെറേറ്റീവ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് എൻ്റെ ഹബീബി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ നറേഷൻ എന്നുള്ളത് 2 രീതിയിലായിട്ടാണ് നിങ്ങൾക്ക് ചോദിക്കുക. ഒന്നുകിൽ ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺ, അതായത് ഐ എന്ന രീതിയിൽ എഴുതാനുണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ തേർഡ് പേഴ്സൺ ഉണ്ടല്ലോ, ഹി എന്നോ അല്ലെങ്കിൽ ഷീ എന്നൊക്കെ വെച്ചിട്ട് എഴുതാൻ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ചോദ്യം തേർഡ് പേഴ്സൺ പ്രോനൗണിൽ എഴുതാനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു കുട്ടി, അതായത് റസ്കിൻ ബോണ്ടിൻ്റെ കുട്ടിക്കാലത്ത് നടന്നൊരു സംഭവമാണ്. അപ്പോൾ ആ സംഭവം കണ്ടത് നമ്മുടെ റസ്കിൻ ബോണ്ട് അല്ലെ നെറേറ്ററാണ്. പക്ഷേ ഈ ഒരു സംഭവം നിങ്ങളോടാണ് ഇവിടെ നറേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തേർഡ് പേഴ്സൺ പ്രോനൗണിൽ വേണം നിങ്ങൾ ഈ ഒരു നറേഷൻ തയ്യാറാക്കാൻ. അതായത് നമ്മുടെ ദ ബോയ് എന്നോ അല്ലെങ്കിൽ ഹി എന്നൊക്കെ വെച്ചിട്ട് വേണം ഈ ഒരു നറേഷൻ തയ്യാറാക്കാൻ. എന്നാൽ ഇതേ സംഭവം തന്നെ ആ ബോയ്, അതായത് റസ്കിൻ ബോണ്ട് തന്നെ നറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഐ എന്നുള്ള സബ്ജക്റ്റ് വെച്ചിട്ട്. അതായത് ഞാൻ കണ്ടു, ഞാൻ ആൽമരത്തിലിരിക്കുമ്പോൾ പാമ്പും കീരിയും തമ്മിൽ നടക്കുന്ന ഫൈറ്റ് കണ്ടു എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ എഴുതാൻ. ഓക്കെ, എന്തായാലും ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ തേർഡ് പേഴ്സൺ രീതിയിലായതുകൊണ്ട് അതിൻ്റെ ഒരു നോട്ടാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് പേഴ്സണിലേക്ക് മാറ്റാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞുതരാം. അതായത് ഒരു ചോദ്യം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 2 രീതിയിൽ വന്നാലും ഉത്തരം എഴുതാം. എന്നാൽ പിന്നെ മക്കളെ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം അല്ലേ? പിന്നെ നറേഷൻ എഴുതുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന് ഹെഡിങ് വിട്ടുപോകരുത്. ഹെഡിങ്ങിന് ഒരു 1/2 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഹെഡിങ് നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ പാഠത്തിൻ്റെ പേരെങ്കിലും എഴുതി വെക്കുക, അല്ലെങ്കിൽ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ തന്നെ എഴുതുക. അപ്പോൾ ഞാനിവിടെ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ് എന്ന് പറഞ്ഞിട്ട് ചാമ്പ്യന്മാരുടെ പോരാട്ടം എന്നുള്ള ആ ഒരു ടെക്സ്റ്റിൽ പറയുന്ന ഒരു ക്യാപ്ഷൻ തന്നെയാണ്. ആ ഒരു ക്യാപ്ഷനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തന്നെ കോപ്പി ചെയ്യാം. ഓക്കെ, ഇനി മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളിങ്ങനെ പാരഗ്രാഫ് തിരിച്ചുകൊണ്ട് വേണം എഴുതാൻ. ഇവിടെ തന്നെ കണ്ടോ, ഈ ഒരു പേജിൽ തന്നെ ഞാൻ 2 പാരഗ്രാഫാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വ്യത്യസ്ത
വ്യത്യസ്തമായിട്ടുള്ള വലുപ്പത്തിലുള്ള കുറേ പാരഗ്രാഫ്, എത്രത്തോളം പാരഗ്രാഫ് നിങ്ങൾക്ക് ആക്കാൻ പറ്റും അത്രത്തോളം നല്ലത്, എന്നാലേ ആ ഒരു നറേഷൻ അത്രയും ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് 7 മാർക്കിനൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1.5 പുറമെങ്കിലും, അതായത് ഒരു ഫുൾ പേജും പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഹാഫ് പേജും കൂടിയും അത്രയെങ്കിലും വരുന്ന രീതിയിൽ വേണം നിങ്ങൾ ഇത് എഴുതാൻ, എങ്കിലേ നിങ്ങൾക്ക് ആ 7 മാർക്കും കിട്ടുകയുള്ളൂ. ഓക്കെ. പിന്നെ ചിലപ്പോഴൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഹിൻസ്, സൂചന നിങ്ങൾക്ക് താഴെ തന്നെ തരും ബ്രാക്കറ്റിൽ. അപ്പോൾ സൂചനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതുന്നത് നന്നായിരിക്കും. അത് എഴുതിയതിനു ശേഷം അതിനടിയിൽ ഒന്ന് പെൻസിലോണ്ട് അണ്ടർലൈനും കൂടി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും മാർക്ക് കിട്ടാൻ കേട്ടോ. പിന്നെ നേരത്തെ തന്നെ കാണാതെ പഠിച്ചു പോകുന്ന കുട്ടികളാണെങ്കിൽ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് നേരം കണ്ട് പഠിച്ചത് എഴുതിയാൽ മതി. ഓക്കെ. എന്നാൽ പിന്നെ ഞാൻ ഈ നോട്ടൊന്ന് വായിച്ചുതരാം. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, അതായത് എൻ്റെ ഹബീബിങ്ങൾ, ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ അർത്ഥങ്ങൾ പറയും, ആ അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് എഴുതി കാണാതെ പഠിക്കുക കേട്ടോ. ഇത് 2 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അർത്ഥം മനസ്സിലാക്കി പഠിക്കണം, പഠിച്ചത് ഒരു തവണയെങ്കിലും നിങ്ങൾ എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. എത്രത്തോളം തവണ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നല്ലതാണ്. ഇതിൻ്റെ മാത്രമല്ല, പരീക്ഷയ്ക്ക് വരുന്ന നറേഷനൊക്കെ നമ്മൾ ചെയ്തു തരും, എന്തായാലും വീഡിയോ ചെയ്യും. അപ്പോൾ ആ വീഡിയോകളൊക്കെ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ ആ വീഡിയോയിൽ പറയുന്നതൊക്കെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുത്തതിന് ശേഷം അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കുക. പഠിച്ചതൊക്കെ നിങ്ങൾ പലതവണ എഴുതി പഠിക്കുക. അതുകൊണ്ടുള്ള ഗുണം നിങ്ങൾ ഒരിക്കലും മറന്നുപോലെ. അർത്ഥം മനസ്സിലാക്കിയിട്ട് എഴുതി പഠിക്കുമ്പോൾ ഒരിക്കലും മറക്കില്ല. പോരാത്തതിന് നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ പെട്ടെന്ന് കുറേ ടൈം സേവ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ, അതായത് ഒരു 5-6 മിനിറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ 1.5 പേജിന് എഴുതാൻ കഴിയും, നിങ്ങൾ നേരത്തെ എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആലോചിച്ച് കുറേ ടൈം വേസ്റ്റ് ആവും. അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ചില വാക്കുകൾ കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ. എന്നാൽ പിന്നെ തുടങ്ങാം. ഇറ്റ് വാസ് എൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. അന്നൊരു ഏപ്രിൽ ഉച്ചതിരിഞ്ഞുള്ള സമയമായിരുന്നു. ദ ഹോട്ട് എയർ സെൻഡ് എവ്രി വൺ ഇൻസൈഡ് എക്സെപ്റ്റ് ദ ബോയ്. അതായത് ആ കുട്ടി ഒഴികെ, എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒഴികെ എന്നാണ് അർത്ഥം. അപ്പോൾ കുട്ടി ഒഴികെ ബാക്കി എല്ലാവരെയും ചൂടുള്ള ആ ഒരു എയർ, അതായത് പുറത്ത് നല്ല ചൂടായിരുന്നു, അത് കാരണം ആ കുട്ടി ഒഴികെ ബാക്കി എല്ലാവരും ഇൻസൈഡ്, ഉള്ളിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. ആസ് യൂഷ്വൽ, പതിവ് പോലെ ഹി വാസ് ഓൺ ഹിസ് ഫേവറേറ്റ് സ്പോട്ട്. അവന്, അതായത് നമ്മുടെ ഈ കുട്ടി അവൻ്റെ ഫേവറേറ്റ് സ്പോട്ടിലായിരുന്നു. ഏതാണ് ഫേവറേറ്റ് സ്പോട്ട്? ഓൺ ദ ബനിയൻ ട്രീ, ബനിയൻ ട്രീയുടെ മുകളിലായിരുന്നു. സൂൺ ഹി സോ എ ബ്ലാക്ക് കോബ്ര കമ്മിങ് ഔട്ട് ഓഫ് ദ കാക്ടസ്. ആ സമയത്ത്, സൂൺ എന്ന് പറഞ്ഞാൽ ഉടനെ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ആ സമയത്ത് ഹി സോ, അവൻ കണ്ടു എന്ത്? എ ബ്ലാക്ക് കോബ്ര കമ്മിങ് ഔട്ട് ഓഫ് ദ കാക്ടസ്. കാക്ടസ് എന്നാൽ കള്ളിമുൾ ചെടിയാണല്ലോ. അപ്പോൾ കള്ളിമുൾ ചെടിയുടെ കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു പാമ്പ് ഇഴഞ്ഞ് പുറത്തേക്ക് വന്നത് ഇവൻ കണ്ടു. അറ്റ് ദ സെയിം ടൈം, അതേ സമയം തന്നെ എ മംഗൂസ് ഓൾസോ എമേർജ്ഡ് ദർ. എമേർജ് പറഞ്ഞാൽ അപ്പിയർ, പ്രത്യക്ഷപ്പെടുക. അപ്പോൾ ഒരു കീരി കൂടി അവിടേക്ക് പ്രത്യക്ഷപ്പെട്ടു. ആൻഡ് സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കോബ്ര. അങ്ങനെ അവന് ഇൻ ഫ്രണ്ട് ഓഫ് ദ കോബ്ര, കോബ്രയുടെ മുന്നിലായിട്ട് അങ്ങനെ നിന്നു, അതായത് ഈ കീരി. ദ കോബ്ര ന്യൂ ദാറ്റ് ദ മംഗൂസ് വാസ് എ സൂപ്പർബ് ഫൈറ്റർ. അപ്പോൾ കോബ്രക്ക് അറിയാം മംഗൂസ് ഭയങ്കര സൂപ്പർബ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ ആണെന്ന്. ബട്ട് ദ കോബ്ര വാസ് ഓൾസോ എൻ എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ. പക്ഷേ നമ്മുടെ കോബ്ര നിസ്സാരക്കാരനല്ല, കോബ്ര നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്റർ ആണ്. ഹി കുഡ് മൂവ് വിത്ത് ഗ്രേറ്റ് സ്പീഡ് ആൻഡ് സ്ട്രൈക്ക്. അപ്പോൾ ഈ കോബ്രക്ക് വളരെ സ്പീഡിൽ, വളരെ സ്പീഡായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാനും അതേപോലെ തന്നെ സ്ട്രൈക്ക് പറഞ്ഞാൽ കൊത്താനും കഴിയുന്നതാണ് പറയുന്നത്. ഹിസ് ഫാങ്സ് വേർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം. ഫാങ്സ് എന്ന് പറഞ്ഞാൽ വിഷപ്പല്ലുകൾ. അപ്പോൾ ഈ പാമ്പിൻ്റെ ഫാങ്സിൽ, വിഷപ്പല്ലുകളിൽ എന്താണ്? ഫുൾ ഓഫ് ഡെഡ്ലി വെനം. വെനം എന്ന് പറഞ്ഞാൽ വിഷമാണ്. അപ്പം നല്ല ആളെ കൊല്ലാൻ പാകത്തിലുള്ള വിഷം നിറച്ചിട്ടുള്ള പല്ലുകളാണ് ഈ പാമ്പിനുള്ളത്. അപ്പം പാമ്പിൻ്റെ ഒരു പവറാണ് അതിലൂടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഈ ഒരു പാരഗ്രാഫ് തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ പറയുന്നത് ഹി എന്നും അതേപോലെ ബോയ് എന്നൊക്കെ പറഞ്ഞ് 3rd പേഴ്സണിലാണ് ഈ നറേഷൻ ചെയ്തു വരുന്നത്. കാരണം നമ്മുടെ ചോദ്യം അതായിരുന്നല്ലോ. ഇൻ കേസ് ഇത് ആ കുട്ടി തന്നെ നറേറ്റ് ചെയ്യുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ആ കുട്ടി ഉദാഹരണത്തിന് ആ കുട്ടിയുടെ അമ്മയോടോ അല്ലെങ്കിൽ വേറെ ഗ്രാൻഡ് ഫാദറിനോടോ നറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞതെങ്കിൽ നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് ഫസ്റ്റ് ഒക്കെ ഞാൻ തന്നെ എഴുതാം. ഇറ്റ് വാസ് എൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ, ദ ഹോട്ട് എയർ സെൻഡ് എവ്രി വൺ ഇൻസൈഡ് എക്സെപ്റ്റ് മീ. ദ ബോയ് എന്നുള്ളിടത്ത് മീ എന്നാക്കുക, എന്നെ ഒഴികെ ബാക്കി എല്ലാവരെയും ഉള്ളിലേക്ക് പറഞ്ഞയച്ചു എന്ന്. ഇനി അതേപോലെ ആസ് യൂഷ്വൽ ഹി വാസ് എന്നുള്ളിടത്ത് ഹീക്ക് പകരം ഐ വെച്ചെടുക്കുക. അപ്പം ഇങ്ങനെ ആ ബോയ് എന്നുള്ളതിന് പകരമൊക്കെ മീ എന്നും അതേപോലെ തന്നെ ഹി എന്നുള്ളതിന് പകരമൊക്കെ ഐ എന്നും അതേപോലെ തന്നെ ഹിസ് എന്നുള്ളതിന് പകരമൊക്കെ മൈ എന്നൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഇതേ ഒരു ചോദ്യത്തെ തന്നെ, ഉത്തരത്തെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ രീതിയിലായി ഫസ്റ്റ് പേഴ്സണിലേക്ക് നറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പറയുന്ന എല്ലാം നിങ്ങൾ ഈ രീതിയിൽ മാറ്റിയാൽ മതി. ഹി എന്നുള്ളിടത്തൊക്കെ നിങ്ങൾക്ക് ഐ വെക്കാം, ഇൻ കേസ് അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് കടക്കാം. ഇറ്റ് വാസ് എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ഇത് ചാമ്പ്യന്മാരുടെ ഒരു പോരാട്ടം തന്നെയാണ്. ദ കോബ്ര റൈസ്ഡ് 3 of his 6 feet ഫ്രം ദ ഗ്രൗണ്ട്. അപ്പോൾ കോബ്ര എന്ന് പറഞ്ഞാൽ 6 അടിയോളം നീളമുണ്ടെന്നാണ് പറഞ്ഞത്. അത് അതിൻ്റെ നീളത്തിൻ്റെ പകുതി 3 അടിയോളം ഗ്രൗണ്ടിൽ നിന്ന്
ഉയർന്നു, റൈസ് പറഞ്ഞാൽ ഉയരുക കേട്ടോ. ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് ബ്രോഡ് ഹുഡ്, ഹുഡ് എന്ന് പറഞ്ഞാൽ പത്തി. പാമ്പ് എന്ത് ചെയ്തു, അതിൻ്റെ ബ്രോഡ് വിശാലമായിട്ടുള്ള ആ ഹുഡ് എന്ത് ചെയ്തു, സ്പ്രെഡ് ചെയ്തു. സ്പ്രെഡ് പറഞ്ഞാൽ വിടർത്തുക അല്ലേ. ദ മംഗൂസ് വാസ് ഓൾസോ റെഡി ഫോർ ദ ഫൈറ്റ് ബൈ സ്പ്രെഡിങ് ഇറ്റ്സ് ഹെയറി സ്കിൻ. അപ്പോൾ നമ്മുടെ മംഗൂസും വിട്ടുകൊടുത്തില്ല, പാമ്പിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫൈറ്റിന് മൂപ്പരും റെഡിയായി. എങ്ങനെ ഫൈറ്റിന് റെഡിയായത്, സ്പ്രെഡിങ്, മൂപ്പരും വിടർത്തി. എന്താ വിടർത്തിയത്, മംഗൂസിന് പിന്നെ നമ്മുടെ ഇതൊന്നും ഇല്ലല്ലോ, പാമ്പിനെ പോലെ പത്തിയൊന്നും ഇല്ലല്ലോ, അത് നേരെ അതിൻ്റെ ഹെയറി സ്കിൻ. മംഗൂസിൻ്റെ ശരീരം മുഴുവൻ നല്ല രോമങ്ങളാണല്ലോ, അപ്പോൾ ആ രോമാവൃതമായ ശരീരം ഇങ്ങനെ വിടർത്തി വെച്ചുകൊണ്ട് മംഗൂസും ഫൈറ്റിന് തയ്യാറായി എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി പറയാണ്, അതായത് ഈ ഒരു ചോദ്യം ഏത് നറേഷനായിട്ടാണ് തയ്യാറാക്കിയതെങ്കിലും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് ചിലപ്പോൾ നറേഷന് പകരമായിട്ട് ഡയറിയോ അല്ലെങ്കിൽ ലെറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചേക്കാം. ഉദാഹരണത്തിന് ആ ഒരു ത്രില്ലിംഗ് ഫൈറ്റ്, മംഗൂസും അതേപോലെ തന്നെ സ്നേക്കും തമ്മിലുള്ള ത്രില്ലിംഗ് ഫൈറ്റ് കണ്ടതിന് ശേഷം നമ്മുടെ കുട്ടി എഴുതുന്ന, ബോയ് എഴുതുന്ന ഒരു ഡയറി ചിലപ്പോൾ ചോദിച്ചേക്കാം. അതല്ലെങ്കിൽ ആ ഒരു ഫൈറ്റ് സീന് കുട്ടിയുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ സുഹൃത്തിനോ ഒരു കത്ത് പോലെ ഈ ഒരു കാര്യം, ഈ ഒരു ഫൈറ്റിനെ കുറിച്ച് കത്ത് പോലെ വിരിച്ചു കൊടുക്കുന്നതായിരിക്കും, ഒരു ലെറ്റർ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക കുട്ടി എഴുതുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും, അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു റിപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും ഈ ഒരു സംഭവത്തെക്കുറിച്ച് എന്ത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഇതേ പോർഷൻസ് തന്നെ ഇതേ ഉത്തരത്തിൽ നിന്ന് തന്നെ അതിനുള്ള ഉത്തരം കണ്ടെത്താവുന്നതാണ്. പിന്നെ ഈ ഡയറി ലെറ്റർ എന്നൊന്നും ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ടത്, അതിപ്പോൾ നറേഷൻ ആയതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നത്. ഡയറി ലെറ്ററൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ മാത്രം ഒന്ന് കട്ട് ചെയ്ത് കണ്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു പോർഷനിലെ ഏതൊരു ചോദ്യം വന്നാലും ആൻസർ ചെയ്താന്ന് മനസ്സിലാക്കാം കേട്ടോ. ആസ് ദ ബോയ് വാസ് സിറ്റിംഗ് ഓൺ ദ ബനിയൻ ട്രീ, അപ്പോൾ നമ്മുടെ കുട്ടി ഈ ബനിയൻ ട്രീൻ്റെ മേലെയാണല്ലോ ഇരിക്കുന്നത്. ദ ടു കോമ്പിറ്റൻസ് വെർ അൺഅവെയർ ഓഫ് ഹിസ് പ്രസൻസ്. കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം നടത്തുന്ന യോദ്ധാക്കൾ, അതായത് നമ്മുടെ കീരിയും അതേപോലെ തന്നെ പാമ്പും, ഇവർ രണ്ടുപേരും എന്താണ്, വെർ അൺഅവെയർ. അവെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുക, മനസ്സിലാക്കുക എന്നൊക്കെയാണ്. അൺഅവെയർ എന്ന് പറഞ്ഞാൽ അറിഞ്ഞില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഈ രണ്ടു പേരും നമ്മുടെ ഈ കുട്ടിയുടെ പ്രസൻസ്, കുട്ടി മരത്തിൻ്റെ മേലെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ കുട്ടിയെ കണ്ടില്ല. ദെൻ മീൻ വൈൽ, അതേസമയം ടു അതർ സ്പെക്ടേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാർ. അപ്പോൾ മറ്റ് കാഴ്ചക്കാർ എന്ന് പറഞ്ഞാൽ ഈ കുട്ടി അല്ലാതെ വേറെ രണ്ട് കാഴ്ചക്കാരും കൂടി അവിടേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. റീച്ച്ഡ് ദർ ദേ വെർ എ ക്രോ ആൻഡ് എ മൈന. അവര് ഒരു കാക്കയും ഒരു മൈനയുമായിരുന്നു. ദേ സെറ്റിൽഡ് ഓൺ കാക്ടസ് ടു വാച്ച് ദ ഔട്ട്കം. അപ്പോൾ അവരും ഒരു കള്ളിമുൾ ചെടിയുടെ മുകളിലായിട്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്, ടു വാച്ച് ദ ഔട്ട്കം. ഔട്ട്കം എന്ന് പറഞ്ഞാൽ റിസൾട്ട്. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൻ്റെ, ഈ ഒരു ഫൈറ്റിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, ആര് ജയിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിൽ ഈ കാക്കയും മൈനയും ഒരു കാക്ടസിന്റെ മേലെ വന്നിരുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. ദ കോബ്ര സ്വൈഡ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ് ട്രൈങ് ടു മെസ്മറൈസ് ദ മംഗൂസ്. ഈ മെസ്മറൈസ് പറഞ്ഞാൽ മയക്കുക, ഹിപ്നോട്ടൈസ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ കീരിയെ ഒന്നും മയക്കി വീഴ്ത്താനായിട്ട്, അല്ലെങ്കിൽ കീരിയുടെ ആ ഒരു ശ്രദ്ധ മാറ്റുന്നതിനായിട്ട് പാമ്പ് ഇങ്ങനെ പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്വേ ചെയ്യാറിനാൽ ഇങ്ങനെ തലയാട്ടല ആട്ടുക എന്ന് പറയും. ഓക്കെ, അപ്പോൾ പാമ്പ് ഇങ്ങനെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ തുടങ്ങി. ബട്ട് ദ മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ദ ഗ്ലാസി ഐസ് ഓഫ് ഹിസ് ഓപ്പണന്റ് ആൻഡ് ഡിഡിൻ ലുക്ക് അറ്റ് ദം. പക്ഷെ മംഗൂസിന് അറിയാം ഈ പാമ്പിൻ്റെ ഉടായ്പൊക്കെ അല്ലേ. അപ്പോൾ പാമ്പിൻ്റെ ഗ്ലാസി ഐസ്, കണ്ണാടി പോലുള്ള അതിൻ്റെ കണ്ണുകളുടെ പവർ നന്നായിട്ട് മംഗൂസിന് അറിയാം. അതുകൊണ്ട് തന്നെ പാമ്പിൻ്റെ കണ്ണുകളിലേക്ക് എന്ത് ചെയ്തില്ല, നമ്മുടെ മംഗൂസ് നോക്കിയില്ല എന്നാണ് പറഞ്ഞത്. ദ മംഗൂസ് ജംപ്ഡ് ടു വൺ സൈഡ് ആൻഡ് ബിറ്റ് ദ കോബ്രാസ് ബാക്ക് ആൻഡ് ദെൻ മൂവ്ഡ് അവേ ഫ്രം ദ റീച്ച് ഓഫ് സ്നേക്ക്. അങ്ങനെ മംഗൂസ് എന്ത് ചെയ്തു, മെല്ലെ നമ്മുടെ കോബ്രയ്ക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു ദൂരത്തിലേക്ക് ഒന്ന് ചാടി. കോബ്രയുടെ എന്ത് ചെയ്യാൻ, ഒന്ന് ഒരു അറ്റൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട്. ദ മൊമെന്റ് ദ കോബ്ര സ്ട്രക്ക്, അതായത് ഈ ഒരു മംഗൂസ് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ചാടിയത് കണ്ടപ്പോൾ അതൊരു അവസരമായിട്ട് കണ്ടിട്ട് നമ്മുടെ കോബ്ര എന്ത് ചെയ്തു, ആഞ്ഞു കൊത്തിയില്ലേ. സ്ട്രൈക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്ട്രക്ക്. അപ്പം ഈ ഒരു കോബ്ര അങ്ങനെ സ്ട്രക്ക് ചെയ്ത് ആ ഒരു കൊത്തിയ ആ ഒരു മൊമെന്റ്, ആ ഒരു നിമിഷം തന്നെ ദ ക്രോ ആൻഡ് ദ മൈന ഫ്ലൂ ടുവാർഡ്സ് ഇറ്റ് ബട്ട് ദേ കൊളീഡഡ് ഇൻ മിഡ് എയർ. അപ്പോൾ ആവേശം കൊണ്ട്, ഫൈറ്റ് ഇങ്ങനെ കണ്ടുന്ന ആവേശം മൂത്താണല്ലേ നമ്മുടെ കാക്കയ്ക്കും മൈനക്കും, രണ്ടുപേരും കൂടി ആ ഫൈറ്റിന്റെ ഭാഗമാവാൻ, അല്ലെങ്കിൽ ഈ ഒരു എന്താണ് കാക്കയെ, നമ്മുടെ കീരിയെയും അതേപോലെ തന്നെ നമ്മുടെ പാമ്പിനെയൊക്കെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി ചാടി കയറി ഈ ഒരു ഫൈറ്റ് നടക്കുന്നിടത്തേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്താ സംഭവിച്ചത്, അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ ഇവർ രണ്ടുപേരും കൂടി മിഡ് എയറിൽ വെച്ച്, അന്തരീക്ഷത്തിൽ വെച്ചിട്ട് കൂട്ടിയിടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ എന്ത് ചെയ്തു, ദെൻ റിട്ടേൺഡ് ടു ദ കാക്ടസ്. രണ്ടുപേരും കൂടി വീണ്ടും പഴയ ഇരിപ്പിടത്തിലേക്ക്, ആ കാക്ടസിൻ്റെ അടുത്തേക്ക് തന്നെ പറന്നു വന്നു. ദ സെയിം തിങ് ഹാപ്പൻ ട്വൈസ്. ഇതേ സംഭവം തന്നെ 2 തവണ ഉണ്ടായിന്നാണ് പറഞ്ഞത്. അതായത് പാമ്പ് കീരിയെ കൊത്തുന്നു, പക്ഷേ എന്താണ്, കീരി ഒഴിഞ്ഞു മാറുന്നു. പകരം എന്ത് ചെയ്യുന്നു, കീരി പാമ്പിനെ ചാടി കടിക്കുന്നു. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ആവേശം കൊണ്ട് നമ്മുടെ ഈ ഒരു കാക്കയും മൈനയും കൂടി പാമ്പിൻ്റെ നേർക്ക് പറന്നെടുക്കുന്നു. പക്ഷേ കൂട്ടിയിടിച്ചിട്ട് തിരിച്ചു പറക്കുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു സംഭവം 2 തവണ സംഭവിച്ചു.
ഇനി മൂന്നാം തവണയാണ് നമ്മുടെ കഥയിലെ ട്വിസ്റ്റ് വരുന്നത്. ബട്ട് അറ്റ് ദ ഫൈനൽ റൗണ്ട്, അതായത് അവസാനത്തെ ആ റൗണ്ടിൽ, അതായത് മൂന്നാം തവണ, ആസ് മംഗൂസ് ബിറ്റ് ദ കോബ്ര, പതിവ് പോലെ തന്നെ മൂന്നാം തവണയും മംഗൂസ് നമ്മുടെ കോബ്രയെ ആഞ്ഞു കടിച്ചു അല്ലേ. ദ ക്രോ ആൻഡ് ദ മൈന ഡൈവ്ഡ് അഗൈൻ, രണ്ടുപേരും വീണ്ടും ഊളിയിട്ട് പറന്നു നമ്മുടെ കോബ്രയുടെ നേർക്ക്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദ കോബ്ര സ്ട്രക്ക് ദ ക്രോ വിത്ത് ഗ്രേറ്റ് ഫോഴ്സ് ആൻഡ് ഇറ്റ് ഡൈഡ് അറ്റ് വൺസ്. എന്താ സംഭവിച്ചത്? ഇത്തവണ രണ്ടുപേരും കൂടി അന്തരീക്ഷത്തിൽ വെച്ച് കൂട്ടിയിടിച്ചില്ല. അവസാനം നമ്മുടെ കാക്ക നേരെ പോയിട്ട് ആരുടെ മുന്നിൽ പെട്ടു? നമ്മുടെ കോബ്രയുടെ മുന്നിൽ പെട്ടു. കോബ്രയുള്ള എല്ലാ കലിയും കാക്കയുടെ മേലാണ് തീർത്തു അല്ലേ. കാക്കയെ ആഞ്ഞു കൊത്തി എന്നാ പറഞ്ഞത്. സ്ട്രക്ക് ഹാർഡ്ലി. അതോടുകൂടി കോബ്ര അറ്റ് വൺസ്, ഉടനെ തന്നെ അവിടെ കിടന്ന് പിടഞ്ഞു ചത്തു അല്ലേ. ദ മംഗൂസ് അറ്റാക്ക്ഡ് ദ കോബ്ര അഗൈൻ ആൻഡ് അഗൈൻ. പക്ഷേ മംഗൂസ് നമ്മുടെ അറ്റാക്ക് നിർത്തിയില്ല കേട്ടോ. കാക്ക ചത്തു. പക്ഷേ മംഗൂസ് വീണ്ടും നമ്മുടെ കോബ്ര ഇങ്ങനെ കടിച്ചുകൊണ്ടേയിരുന്നു, അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ദോ ദ കോബ്ര ട്രൈഡ് ടു ഡിഫെൻഡ്, ഇറ്റ് ബിക്കെയിം വെരി വീക്ക്. അപ്പോൾ നമ്മുടെ കോബ്ര ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കുറേ ശ്രമിച്ചു, പ്രതിരോധിക്കാനൊക്കെ കുറേ ശ്രമിച്ചെങ്കിലും അതാകെ വീക്കായിരുന്നു. അറ്റ് ലാസ്റ്റ് ദ മംഗൂസ് ഡ്രാഗ്ഡ് ദ ഡെഡ് സ്നേക്ക് ഇൻ ടു ദ ബുഷസ്. അങ്ങനെ അവസാനം നമ്മുടെ കോബ്ര മയ്യത്തായില്ലേ. അങ്ങനെ ആ ചത്ത് കഴിഞ്ഞിട്ടുള്ള കോബ്രയെ, ആ ഒരു പാമ്പിനെയും ഡ്രാഗ് ചെയ്തുകൊണ്ട്, ഡ്രാഗ് ചെയ്യാൻ വലിച്ചു വെക്കുക അല്ലേ, വലിച്ചു വെച്ചുകൊണ്ട് നമ്മുടെ കീരി എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? ബുഷസ്, കുറ്റിച്ചെടികൾക്കിടയിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. ദ മൈന ഫ്ലൂ അവേ ആഫ്റ്റർ ഗിവിംഗ് എ ഷ്രിൽ ഓഫ് കൺഗ്രാറ്റുലേഷൻ ടു മംഗൂസ്. അപ്പോൾ മൈന വിചാരിച്ച് തന്നെ നടന്നു അല്ലേ. അതായത് മംഗൂസ് ജയിച്ചു. അങ്ങനെ മംഗൂസിന് ഒരു കൺഗ്രാറ്റുലേഷൻ്റെ കരച്ചിലൊക്കെ കൊടുത്തുകൊണ്ട് ആര്, നമ്മുടെ മൈന അവിടെ നിന്ന് സ്ഥലം വിട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ മക്കളെ, നമ്മുടെ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള AJ ക്രോണിന്റെ ചാപ്റ്റർ ഉണ്ടല്ലോ, 7 മാർക്കിന്റെ റൈറ്റപ്പ് ആയിരിക്കും ചോദിക്കുക. അതല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തുനിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പീച്ച് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിച്ചേക്കാം, അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചേക്കാം, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറി ചോദിച്ചേക്കാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു ചോദ്യം വരും. അപ്പോൾ എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം വരാതെ പോകാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണല്ലോ നമ്മുടെ ജോൺ. അയാളുടെ ജീവിതമാണല്ലോ ഇതിലൂടെ പറയുന്നതൊക്കെ. അപ്പോൾ ജോണിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അതങ്ങോട്ട് പഠിക്കുക. ഇനി ബാക്കിയുള്ള ചോദ്യങ്ങളില്ലേ, അതായത് ക്രോണിൻ എഴുതുന്ന ഡയറി, അല്ലെങ്കിൽ ജോൺ എഴുതുന്ന ഡയറി, അതേപോലെ തന്നെ റിപ്പോർട്ട്, മറ്റേ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, അന്നത്തെ ജോണിൻ്റെ ആത്മഹത്യ ഒരു ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ടായിട്ട് വരികയാണെങ്കിൽ അതെങ്ങനെയാണ്, പിന്നെ അതേപോലെ തന്നെ ക്രോണിൻ പറയുന്ന ഒരു നറേഷൻ, അതല്ലെങ്കിൽ ജോൺ പറയുന്ന ഒരു നറേഷൻ, അതും അല്ലെങ്കിൽ നമ്മുടെ റൈറ്റപ്പ്, ഈ ചാപ്റ്ററിൽ നിന്നുള്ള റൈറ്റപ്പ്, അതും അല്ലെങ്കിൽ ഈ ചാപ്റ്ററിലെ ഒരു സ്പീച്ച്, ക്രോണിൻ പറയുന്ന ഒരു സ്പീച്ച്, ഇനി അതല്ലെങ്കിൽ ഈ ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾ പറയുന്ന ഒരു സ്പീച്ച്, ഇങ്ങനെ ഏത് ചോദ്യം വരികയാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പം തന്നിട്ടുള്ള ഈ ഒരു ഒറ്റ നോട്ടുണ്ടല്ലോ, ഇതിപ്പോൾ സ്പീച്ചിൻ്റെ മോഡലാണ് ഞാൻ തന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള സകലമാന ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഇത് തന്നെ ഉത്തരം എഴുതാം. അപ്പം ഒരു വെടിക്ക് പല പക്ഷികൾ ചെറ പറ എന്നിറങ്ങിട്ട് പെയ്യും. ഓക്കെ, അപ്പം എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം തന്നെ നമുക്ക് സ്പീച്ച് നോക്കാം. ആ സ്പീച്ച് കഴിഞ്ഞിട്ട് അതിനുശേഷം പിന്നെ ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയൊക്കെ മാറ്റാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ മൊത്തം കണ്ടാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഇതിന്ന് ഒരുപാട് മാർക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു സ്പീച്ച് ആകുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു സല്യൂട്ടേഷൻ, അതൊരു അഭിസംബോധന കൊടുക്കണം അല്ലേ. ഓഡിയൻസിനൊക്കെ ഒന്ന് അഭിസംബോധന ചെയ്യണ്ടേ. അപ്പോൾ ഇവിടെ നിങ്ങളാണ് ഒരു സ്പീച്ച് നടത്തുന്നതെങ്കിൽ നമുക്ക് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് കൊടുത്താൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും വരും കേട്ടോ. അതായത് ഈ ഒരു AJ ക്രോണിൻ്റെ ഈ ഒരു സ്റ്റോറിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ജോണിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളോട് ചിലപ്പോൾ ഒരു സ്പീച്ച് നടത്താൻ വേണ്ടി പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നതിന് പകരം ഗുഡ് മോർണിംഗ് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഈ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് കേട്ടോ. പക്ഷെ ഇവിടെ ഇപ്പം ഞാൻ തന്ന ക്വസ്റ്റ്യന് നമ്മുടെ AJ ക്രോണിൻ ഉണ്ടല്ലോ, നറേറ്റർ, മൂപ്പര് തന്നെ നടത്തുന്ന ഒരു പ്രസംഗമാണ്. ഓക്കെ, അപ്പോൾ ആ പ്രസംഗം ആയതുകൊണ്ട് ഞാനിവിടെ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആണ്, മൂപ്പര് സ്കൂൾ കുട്ടിയെന്നല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന രീതിയിൽ കോമിടുക. എന്നിട്ട് ചെറിയ ഗ്യാപ്പ് വിട്ടതിന് ശേഷം, നിങ്ങൾക്ക് വരയുള്ള പേപ്പറാണെങ്കിൽ ഒരു വര വിട്ടതിന് ശേഷം ബാക്കി എഴുതി തുടങ്ങാം. അപ്പോൾ സാധാരണ ഒരു പ്രസംഗമൊക്കെ ആകുമ്പോൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പ്രസംഗം വരികയാണെങ്കിലും ഇതേപോലെ തന്നെ തുടങ്ങിയാൽ മതി. ഐ എം വെരി happy to get a chance to deliver a few words before you on the topic. അത്രയും നിങ്ങൾക്ക് ഏത് പ്രസംഗത്തിലും എഴുതാം. അതായത് ഈ ഒരു പ്രസംഗം നടത്താൻ വേണ്ടി എനിക്കിവിടെ അവസരം ലഭിച്ചത്, നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓൺ ദ ടോപ്പിക്ക്, ഇന്ന ടോപ്പിക്കിൽ, എന്നിട്ട് നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണെന്ന് ക്വസ്റ്റ്യനിൽ തരും, ആ ടോപ്പിക്കാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന ടോപ്പിക്ക് എ മാൻസ് ലൈഫ് ഈസ് ഷേപ്ഡ് ബൈ ദ സറൗണ്ടിങ്സ് ഇൻ വിച്ച് ഹി ലിവ്സ്. ഒരു തവണ SLC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അതാണ് ഇതന്നെ ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. ചിലപ്പോൾ ഇനി ഇതേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്താലോ. അപ്പം
ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാളുടെ ചുറ്റുപാടുകൾ എന്ത് ചെയ്യുന്നു, വലിയ പങ്ക് വഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്ന ചുറ്റുപാടുകളാണ് അയാളുടെ ജീവിതം ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളൊരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രസംഗം നടത്തേണ്ടത്. അത് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കണം എന്നാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. പ്രസംഗം തുടങ്ങിയിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം മൂപ്പർ ആദ്യം തന്നെ പറയണേ, ഡു യു നോ വാട്ട് ഈസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് വി മേക്സ് ഇൻ അവർ ലൈഫ്. നമ്മളൊരു പ്രസംഗമൊക്കെ തുടങ്ങുമ്പോൾ ഇതുപോലെ ഒരു ചോദ്യത്തിൽ തുടങ്ങുന്നത് വളരെ അടിപൊളിയായിരിക്കും. ഓഡിയൻസിനോട് ചുമ്മാ ഒരു ചോദ്യം ചോദിക്കുക. ഓഡിയൻസ് ഉത്തരം ഒന്നും പറയില്ല, അതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ പറയണം കേട്ടോ. ഇവിടെ നമ്മുടെ ക്രോണിൻ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്, നിങ്ങൾക്കറിയാമോ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഏതാണെന്ന്. എന്നിട്ട് പറയണത്, വെൽ ഐ വിൽ ടെൽ യു എ പേഴ്സണൽ സ്റ്റോറി. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റോറി നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന്. എന്നിട്ട് പിന്നെ ക്രോണിൻ ആ ഒരു കഥ പറയുന്നതാണ് നമ്മുടെ ഈ ഒരു സ്പീച്ച്. വൺസ് ആസ് ഐ വാസ് വർക്കിംഗ് ഇൻ എ വർക്കിംഗ് ക്ലാസ് ടൗൺ ഇൻ ലണ്ടൻ, ഐ ഹാഡ് ടു അറ്റൻഡ് എ സൂയിസൈഡ് കേസ് ഇൻ നിയർ ബൈ അപ്പാർട്ട്മെൻറ്റ്. ഞാൻ ലണ്ടനിലെ ഒരു വർക്കിംഗ് ക്ലാസ് ടൗണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ എനിക്ക് ഒരു സൂയിസൈഡ് കേസ് ഒരു അപ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യേണ്ടി വന്നു. എ പോലീസ് സർജൻ ആൻഡ് എ ലാൻഡ് ലേഡി വാസ് ഓൾസോ ദെയർ. അവിടെ ഒരു പോലീസ് സർജൻറ്റും അതുപോലെ തന്നെ ഒരു ലാൻഡ് ലേഡിയും ഉണ്ടായിരുന്നു. വിത്ത് മച്ച് എഫോർട്ട് 3 of us സക്സീഡഡ് ഇൻ ബ്രിങ്ങിങ് ദ യൂത്ത് ബാക്ക് ടു ലൈഫ്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷം ഞങ്ങൾ 3 പേരും കൂടിയിട്ട് എന്ത് ചെയ്തു, ആ ഒരു യുവാവിനെ അയാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ആഫ്റ്റർ റീഗെയിൻഡ് his consciousness, the youth narrated his unfortunate story to us. അങ്ങനെ സ്വബോധം തിരിച്ചു കിട്ടിയതിനു ശേഷം ആ യുവാവ് തൻ്റെ കഥ ഞങ്ങൾക്കായിട്ട് പറഞ്ഞു തന്നു. അവൻ്റെ കഥ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ 2 പാരഗ്രാഫ്. ബാക്കിയുള്ള പാരഗ്രാഫ് വയ്യാലെ വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ച് സന്തോഷിക്കേണ്ട. പക്ഷെ അതിന് മുമ്പായിട്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് അഥവാ AJ ക്രോണിൻ തന്നെ പറയുന്ന രീതിയിലുള്ള ഒരു നറേഷൻ വന്നു എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഡു യു നോ വാട്ട് ഈസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് വി മേക്സ് ഇൻ അവർ ലൈഫ് എന്നില്ലേ, ആ ഒരു ക്വസ്റ്റ്യൻ മുതൽ ലാസ്റ്റ് എവിടം വരെ വേണമെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുവരെ വെള്ളം തൊടാതെ അങ്ങോട്ട് പഠിച്ചെഴുതിക്കോളി, ഒരു മാറ്റം വേണ്ട. അതായത് ഈ ക്രോണിൻ നടത്തുന്ന സ്പീച്ചും ആ നറേഷനൊക്കെ ഒരേ തന്നെയാണ് ഈ സ്പീച്ചിലും കഥ തന്നെയാണല്ലോ പറയുന്നത്. ഇനി അതുപോലെ തന്നെ ക്രോണിൻ എഴുതുന്ന ഒരു ഡയറിയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നതെന്ന് വിചാരിച്ചോ. ആ ജോണിനെ കണ്ടതിന് ശേഷം എല്ലാം കപ്പലിൽ വെച്ച് ബീറ്റ് ചെയ്തതിന് ശേഷമോ അതല്ലെങ്കിൽ ജോണിൻ്റെ ആ ഒരു ആക്സിഡന്റിന് ശേഷമോ എന്തെങ്കിലും അല്ല സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ടല്ലോ അതിന് ശേഷമോ എന്തെങ്കിലും നമ്മുടെ ക്രോണിൻ എഴുതുന്ന ഒരു ഡയറിയാണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഡയറിൻ്റെ സ്ട്രക്ചറൊക്കെ ഉണ്ടല്ലോ, സ്ട്രക്ചറൊക്കെ കറക്റ്റായിട്ട് കീപ്പ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എഴുതേണ്ടത് നമ്മൾ പറഞ്ഞിരുന്നു വാട്ട് ആൻ അൺഫോർഗറ്റബിൾ ഡേ എന്നോ അല്ലെങ്കിൽ ടു വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ് എന്നോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇതിൽ നിങ്ങൾ കണ്ടോ ആസ് ഐ വാസ് വർക്കിംഗ് ഇൻ എ വർക്കിംഗ് ക്ലാസ് ടൗൺ ഓഫ് ലണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റൻസ് തുടങ്ങുന്നത്, അതായത് സെക്കൻഡ് പാരഗ്രാഫിലെ സെൻറ്റൻസ്, അത് മുതൽ ആ ആസ് ഐ വാസ് എന്നുള്ളത് മുതൽ ഇനി ഞാൻ ലാസ്റ്റത്തെ ഒരു ടൈമിൽ ഞാൻ പറയുന്ന കുറച്ച് 2-3 പാരഗ്രാഫ് ഉണ്ട് അതുവരെ, അതായത് ക്രോണിന് രണ്ടാമതൊരു മീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതുവരെ അങ്ങോട്ട് എഴുതി വെച്ചാൽ ഡയറി ആയി. കുറച്ച് തോനുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഓരോ സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് വിഴുങ്ങുക. അത്രയൊന്നും ഡയറിക്ക് ഒരുപാടൊന്നും വേണ്ട. മാക്സിമം പോയാൽ ഡയറി ഒരു പുറം മാത്രം മതി. മാക്സിമം അത്രയൊന്നും വേണ്ട, ഒരു 3/4 മതി, അല്ലെങ്കിൽ ഒരു 1/2 മതി മര്യാദയ്ക്കാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്താ വിചാരിച്ചാൽ അതിൽ കുറേ എണ്ണം വിഴുങ്ങാം. ഇനിയിപ്പോൾ കാണാതെ പഠിച്ച സ്ഥിതിക്ക് അത് മൊത്തമായിട്ട് എഴുതി വിചാരിച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു നോട്ടിൽ നിന്ന് 3 പക്ഷികൾ നിങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയില്ലേ. ഏതൊക്കെയാണ് പക്ഷികൾ? ഒന്ന് സ്പീച്ച്. ആരുടെ സ്പീച്ച്? ക്രോണിൻ്റെ സ്പീച്ച്. രണ്ടാമത്തത് ക്രോണിൻ്റെ നറേഷൻ. മൂന്നാമത്തത് ക്രോണിൻ്റെ ഡയറി. ഒക്കെ ഇതിലൊന്നും കാര്യമായിട്ട് മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യം പോലില്ല. ഈ 3 ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് ഇതേ സബ്ജക്റ്റ് എന്ന സബ്ജക്റ്റ് വെച്ചിട്ട് തന്നെ എഴുതാം. ഓക്കെ. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൂയിസൈഡ് സംഭവം ഉണ്ടല്ലോ, സൂയിസൈഡ് കേസ്, അതായത് ജോൺ ആത്മഹത്യക്ക് ശ്രമിച്ചത്, അത് ഏതെങ്കിലും ഒരു പത്രക്കാരൻ മണത്തെറിഞ്ഞു. ഓക്കെ, സാധാരണ പത്രക്കാരൻ അങ്ങനെയാണല്ലോ, എത്ര മൂടി വെച്ചാലും ഉമ്മമാർ കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ അതേമാതിരി ഏതെങ്കിലും റിപ്പോർട്ടർ എന്ത് ചെയ്യാണ്, ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ട് എങ്ങനെ ഉണ്ടാവും, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എങ്ങനെ ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് എഴുതാൻ വന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ കുറച്ചധികം മാറ്റങ്ങൾ വരുത്തണം. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണ്ട് കേട്ടോ. ഇതെന്തായാലും നിങ്ങൾ എഴുതി വെച്ച് പഠിക്കണം. അപ്പോൾ എന്നാലേ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് എന്ത് വിചാരിച്ചാൽ അതിൻ്റെ കൂടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആണെങ്കിൽ അതിൽ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, അതും കൂടി കേട്ടോ. അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ ആണെങ്കിൽ ആദ്യം നമുക്ക് നല്ലൊരു ടൈറ്റിൽ വേണ്ടേ. അപ്പോൾ എന്താ എഴുതേണ്ടത്? യങ് മാൻ ട്രൈസ് ടു കമ്മിറ്റ് സൂയിസൈഡ്. അതായത് യുവാവ് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഓക്കെ, ഇവിടെ ഞാൻ ട്രൈസ് എന്ന സിമ്പിൾ പ്രസൻറ്റൻസ്, അതായത് എസ് ഫോമിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ന്യൂസ് പേപ്പറിൻ്റെ ടൈറ്റിലൊക്കെ സാധാരണ എസ് ഫോമിലോ അല്ലെങ്കിൽ ബേസ് ഫോമിലോ ആണ് വരിക, അതായത് സിമ്പിൾ പ്രസൻറ്റൻസിലാണ് വരിക. അതങ്ങനെ തന്നെ ഹെഡിങ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വേറെ ഏതെങ്കിലും ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് നിങ്ങൾക്ക് വന്നെങ്കിലും ഹെഡിങ് കൊടുക്കുമ്പോൾ ഇങ്ങനെ V1 എസ് ഫോമിലോ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഹെഡിങ്ങിന് തന്നെ നിങ്ങൾക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാം. ഇനി ഹെഡിങ് കൊടുത്തതിന് ശേഷം നിങ്ങൾ താഴെയായിട്ട് ഈ സംഭവം നടക്കുന്ന സ്ഥലത്തിൻ്റെ പേര് നോട്ട് ചെയ്യണം. ഈ സ്ഥലം എവിടെയാണെന്ന് നമുക്കറിയാലോ, ലണ്ടൻ അല്ലേ. അപ്പോൾ ലണ്ടൻ എഴുതുക, 2 കുത്തിടുക, അതായത് കോളൻ അല്ലേ. 2 കുത്ത് മേലെയും താഴെയായിട്ടുള്ള ഇടുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനാണ് കോളൻ എന്നറിയാം. അപ്പോൾ കോളിടുക. എന്നിട്ട് ഒന്നുകിൽ താഴെ അല്ലെങ്കിൽ അതിൻ്റെ നേരെ നീട്ടി വലിച്ചങ്ങോട്ട് തുടങ്ങുക. എ യങ് മാൻ നെയ്മഡ് ജോൺ ട്രൈഡ് ടു കമ്മിറ്റ് സൂയിസൈഡ് ഇൻ എൻ അപ്പാർട്ട്മെൻറ്റ് ഇൻ ലണ്ടൻ.
അതായത് ജോൺ എന്ന 15-കാരനായ യുവാവാണ് ലണ്ടനിലെ അപ്പാർട്ട്മെന്റിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത്. നമ്മൾ ഈ പത്രങ്ങളിലൊക്കെ ഈ ഏജ് കൊടുക്കുക ആളുടെ പേരിന്റെ ബ്രാക്കറ്റിലാണ് കേട്ടോ, അല്ലാതെ എത്ര വയസ്സെന്ന് ഇങ്ങനെ എഴുതി കാണിക്കാറൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ന്യൂസ് പേപ്പർ വന്നാലും നിങ്ങൾ ഇതേമാതിരി തന്നെ എഴുതാൻ വേണ്ടി ശീലിക്കുക കേട്ടോ. ഇനി അടുത്തൊരു സെന്റൻസ് കൂടി നമ്മൾ ഉണ്ടാക്കണം. അതായത് എ പോലീസ് സർജൻ, എ ഡോക്ടർ ആൻഡ് ദ ലാൻഡ് ലേഡി വാസ് ദർ ഓൺ ദ സ്പോട്ട്. അപ്പൊ ഇക്കൂട്ടത്തിൽ ഒരു പോലീസ് സർജനും ഒരു ഡോക്ടറും ഒരു ലാൻഡ് ലേഡിയും ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ആ ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രോണിൻ തന്നെയാണ് കേട്ടോ. കാരണം ഇത് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടറാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ക്രോണിൻ ഒന്നും എഴുതാതെ ഡോക്ടർ എന്ന് തന്നെ എഴുതിയത്. ഓക്കെ, ഇനി ബാക്കി നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ തന്നിട്ടുള്ള നോട്ടിൽ തന്നെ എഴുതാം. അതായത് അതിന്റെ തൊട്ട താഴെ കണ്ട നിങ്ങൾ വിത്ത് മച്ച് എഫേർട്ട് 3 of us സക്സീഡഡ് എന്ന് തുടങ്ങുന്ന ഒരു ലൈന്, അതിൽ നിങ്ങൾ ആ അസ് എന്നുള്ളടത്ത് ദം എന്നാക്കുക. ദം എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് അർത്ഥം എന്നറിയാലോ. അതിൽ ആരൊക്കെയാണ് ദമ്മ്? ആ 3 പേരില്ലേ, അതായത് നമ്മുടെ ജോണും അതേപോലെ തന്നെ ക്രോണിനും അതേപോലെ സർജന്റും പിന്നെ ആ ഒരു ലാൻഡ് ലേഡിയും, അവർ 3 പേരും കൂടി എന്ത് ചെയ്തു? സക്സീഡഡ് ഇൻ ബ്രിങ്ങിങ് ദ യൂത്ത് ബാക്ക് ടു ലൈഫ്. 3 പേരും കൂടി നല്ല എഫേർട്ട് എടുത്തിട്ട് ഈ ഒരു യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാണ് പറഞ്ഞത്. ആഫ്റ്റർ റീഗെയിൻഡ് ഹിസ് കോൺഷ്യസ്നസ് ദ യൂത്ത് നറേറ്റഡ് ഹിസ് അൺഫോർച്ചുനേറ്റ് സ്റ്റോറി ടു അസ് നോ അല്ലെങ്കിൽ ടു ദം നോ, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ടു അസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പത്രക്കാരോട് പറഞ്ഞു എന്നാവും. ടു ദം എന്നാണെങ്കിൽ ഈ ഒരു ക്രോണിനോടും അതേപോലെ തന്നെ ആ ടീംസിനോടൊക്കെ 3 പേരോടും പറഞ്ഞു എന്നാവും. ആരോട് പറഞ്ഞു എന്ന് എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. കാരണം എന്തായാലും പത്രക്കാർ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പയ്യനോട് കാര്യം ചോദിക്കുമല്ലോ. അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അപ്പൊ 4ാമത്തെ പക്ഷിനെ നമ്മൾ വെടിവെച്ചിട്ടില്ലേ. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? ഡയറി, ക്രോണിന്റെ ഡയറി കിട്ടി, അതേപോലെ തന്നെ നമ്മുടെ സ്പീച്ച് കിട്ടി, പിന്നെ അതേപോലെ തന്നെ ക്രോണിന്റെ നറേഷൻ കിട്ടി, പിന്നെ അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന്റെ സ്റ്റാർട്ടിങ് കിട്ടി. ഇനി ഇതിന്റെ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞുതരാം, അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോൾ പറഞ്ഞുതരാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് 1-2 ചോദ്യത്തിനും കൂടി നമുക്ക് ഇവിടെ തന്നെ ഉത്തരം കണ്ടെത്താം. അതായത് നിങ്ങളോടാണ് ഈ ഒരു നറേറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ, അതായത് ഏജ് ക്രോണിന്റെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളോട് ഒരു റൈറ്റപ്പ് എഴുതാനോ അതല്ലെങ്കിൽ നിങ്ങളോട് ഒരു നറേഷൻ എഴുതാനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ എഴുതുന്ന ഒരു നറേഷൻ, നിങ്ങൾ എഴുതുന്ന ഒരു റൈറ്റപ്പ്, അതാണെങ്കിൽ എങ്ങനെ എഴുതാന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, എന്നാ പിന്നെ വെറുതെ നോട്ട് ചെയ്ത് ചോളി. അപ്പൊ നറേഷനും റൈറ്റപ്പ് ഒക്കെ എഴുതുമ്പോൾ ആദ്യം ഒരു ഹെഡിങ് എഴുതണം എന്നറിയാലോ. ഹെഡിങ്ങിന് നിങ്ങൾ കൂടുതൽ അന്വേഷിച്ച് പോകുന്നു വേണ്ട. ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്നുള്ള ആ ഒരു ഹെഡിങ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് നിങ്ങളുടെ ഒരു നറേഷൻ എങ്ങനെയാണ് തുടങ്ങുക നോക്കാം. നറേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ നമ്മൾ ക്രോണിന്റെ നറേഷൻ എഴുതിയപ്പോൾ എവിടുന്ന തുടങ്ങിയെന്ന് അറിയാലോ. ഡു യു നോ വാട്ട് ഈസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് വി മേക്സ് ഇൻ അവർ ലൈഫ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻ മുതലല്ലേ, അതേപോലെ തന്നെ തുടങ്ങിയാൽ മതി. അതേ ക്വസ്റ്റ്യൻ എഴുതാം. എന്നിട്ട് അടുത്ത സെന്റൻസ് നോക്കൂ. വെൽ ഐ വിൽ ടെൽ യു എ പേഴ്സണൽ സ്റ്റോറി എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതിന് പകരമായിട്ട് വെൽ ഐ വിൽ ടെൽ യു എ പേഴ്സണൽ എന്നുള്ളത് മാത്രം ഇങ്ങോട്ട് മാറ്റിയിട്ട് എ സ്റ്റോറി എന്നാക്കുക. ഈ പേഴ്സണൽ എന്നുള്ളത് ക്രോണിൻ തന്നെ അയാളുടെ നറേഷൻ പറയുമ്പോഴേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങളാണല്ലോ പറയുന്നത്, അപ്പൊ അതുകൊണ്ട് പേഴ്സണൽ എന്ന് ഒഴിവാക്കിയിട്ട് എ സ്റ്റോറി എന്ന് അറിയാം. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പാരഗ്രാഫിൽ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ അടുത്ത ആസ് ഐ വാസ് വർക്കിംഗ് എന്നല്ലേ പറഞ്ഞത്. ആ ഐ ഉള്ളിടത്തൊക്കെ ഇനി ഇങ്ങോട്ടൊക്കെ ഐ ഉള്ളിടത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഡോക്ടർ ക്രോണിന്നോ അല്ലെങ്കിൽ ക്രോണിന്നോ വെച്ചെടുക്കുക. ഉദാഹരണത്തിന് വൺസ് ആസ് ഡോക്ടർ ക്രോണിങ് വാസ് വർക്കിംഗ് ഇൻ എ വർക്കിംഗ് ക്ലാസ് ടൗൺ ഓഫ് ലണ്ടൻ. പിന്നെ വീണ്ടും ഹി ഹാഡ്, ആ അയ്യുള്ളടത്ത് ഒന്നെങ്കിൽ ക്രോണിൻ അല്ലെങ്കിൽ ഹി ഒക്കെ. അപ്പോൾ ഒരേ സെന്റൻസ് തന്നെ ക്രോണിൻ എന്ന് വരണ്ടല്ലോ. അപ്പോൾ അതിന് പകരം ഹി ഹാഡ് ടു അറ്റൻഡ് എ സൂയിസൈഡ് കേസ് ഇൻ എ നിയർ ബൈ അപ്പാർട്ട്മെന്റ്. എന്നിട്ട് പിന്നെ പറയാം എ പോലീസ് സർജന്റ് ആൻഡ് എ ലാൻഡ് ലേഡി വാസ് ഓൾസോ ദർ. പിന്നെ വിത്ത് മച്ച് എഫേർട്ട് 3 of us എന്നുള്ളതിന് പകരം 3 of them എന്നൊക്കെ. അവർ 3 പേരായല്ലോ. ദെൻ എന്താണ്? ഇൻ ബ്രിങ്ങിങ് ദ യൂത്ത് ബാക്ക് ടു ലൈഫ്. പിന്നെ വീണ്ടും ആഫ്റ്റർ റീഗൈൻഡ് ഹിസ് കോൺഷ്യസ്നസ് ദ യൂത്ത് നറേറ്റഡ് ഹിസ് അൺഫോർച്ചുനേറ്റ് സ്റ്റോറി ടു അസ് എന്നുള്ളടത്ത് ടു ദം എന്നാക്കുക, അവർക്ക്. അതായത് അസ് എന്നൊക്കെ ഉള്ളത് ദം എന്നാക്കുക, അതേപോലെ തന്നെ ഐ എന്നൊക്കെ ഉള്ളത് ക്രോണിൻ അല്ലെങ്കിൽ ഹി എന്നൊക്കെ ആക്കുക. ഇത്രയുള്ള കാര്യം കേട്ടോ. ഇനി നിങ്ങളോടൊരു റൈറ്റപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞതെങ്കിൽ സംഭവം സിമ്പിളാണ്. ഇതേ മരത്തിന് ഹെഡിങ് കൊടുക്കുന്നു ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന്. എന്നാൽ ആദ്യം തന്നെ നിങ്ങൾ ഇത് ഏത് കഥയാണ് കഥാകാരനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക. അതായത് The best investment I ever made is an inspirational short story written by A.J. Cronin, the popular English writer. ഇത്ര എഴുതി കൊടുക്കുക. അതായത് പ്രസിദ്ധ ഇംഗ്ലീഷ് കഥാകാരനായിട്ടുള്ള A.J. ക്രോണിൻ എഴുതിയ ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് ഈ ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. അത്ര എഴുതുക. എന്നിട്ട് പിന്നെ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ ഡു യു നോ വാട്ട് ഈസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് വി മേക്സ് ഇൻ അവർ ലൈഫ് എന്ന് എഴുതുക. അതേ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അതിനുശേഷം വെൽ ഐ വിൽ ടെൽ യു എ പേഴ്സണൽ സ്റ്റോറി എന്നുള്ളതിന് പകരം എ സ്റ്റോറി എന്ന് എഴുതുക. എന്നിട്ട് പിന്നെ അങ്ങോട്ട് ബാക്കിയുള്ള കാര്യങ്ങളില്ലേ, അതായത് 2ാമത്തെ പാരഗ്രാഫിലെ മുഴുവൻ മാറ്ററുകൾ അതെങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ നറേഷൻ എഴുതിയില്ല, അതായത് നിങ്ങൾ എഴുതുന്ന നറേഷൻ എഴുതിയില്ലേ അയ്യുള്ളിടത്തൊക്കെ ക്രോണിൻ വെച്ചിട്ടും അതേപോലെ ഹി വെച്ചിട്ടൊക്കെ അതേ സാധനം സെയിം അങ്ങോട്ട് കോപ്പി ചെയ്യുക. ഇപ്പം എങ്ങനെ ഇരിക്കണം മക്കളെ? ഒരൊറ്റ ആൻസർ പഠിച്ചപ്പോൾ നമുക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി?
ഈ ഒരു പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ വളരെ തന്ത്രപ്രധാനമായ പാരഗ്രാഫാണ്. അതായത് ജോൺ അയാളുടെ കഥ, അയാൾക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് നെറേറ്റ് ചെയ്യാണ് അല്ലേ. അപ്പോൾ ഞാൻ അതാദ്യം ഒന്ന് വായിച്ചുതരാം. അതിന് മുമ്പായിട്ടൊരു കാര്യം ശ്രദ്ധിച്ചോളി. ഈ പാരഗ്രാഫ് ഇപ്പം നമ്മൾ പറഞ്ഞ മുഴുവൻ ചോദ്യങ്ങൾക്കും ബാധകമാണ്. എന്ന് വെച്ചാൽ ക്രോണിൻ്റെ നറേഷൻ ആയാലും നിങ്ങളുടെ നറേഷൻ ആയാലും ഇനി റൈറ്റപ്പ് ആയാലും ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആയാലും അതേപോലെ തന്നെ ക്രോണിൻ്റെ ഡയറി ആയാലും എന്ത് തേങ്ങയാണെങ്കിലും ഈ പാരഗ്രാഫ് നിങ്ങൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ഇത് അതേപോലെ എഴുതണം. ഇനി മക്കളെ, നമ്മുടെ വെടിവഴിപാട് തീർന്നിട്ടില്ല, പൂരം തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അതായത് ഇതേ പാരഗ്രാഫ് നിങ്ങൾക്ക് വേറൊരു മരുന്നിന് ഉപയോഗിക്കുക. അതെന്താണെന്നറിയോ? നമ്മുടെ ജോണിൻ്റെ ഡയറി തന്നെ. ഓക്കെ, അഥവാ ജോൺ ഒരു ഡയറി എഴുതുന്നത്, ആ സൂയിസൈഡ് സംഭവിച്ച സമയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ജോൺ ഒരു ഡയറി എഴുതുന്നതായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? നമ്മൾ നേരത്തെ ഡയറിൻ്റെ ഫോർമാറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഡേറ്റ് അതേപോലെ തന്നെ മന്ത്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എഴുതുക. അതിനുശേഷം വാട്ട് എൻ അൺഫോർഗറ്റബിൾ ഡേ എന്നങ്ങോട്ട് എഴുതുക. ഓക്കെ, എന്നിട്ട് പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? ഇതിൽ പറഞ്ഞിട്ടില്ലേ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് പാരൻസ്, ആ ഹിസ് പാരൻസ് എന്നുള്ളടത്തൊക്കെ എന്ത് ചെയ്യുക? മൈ പാരൻസ്. പിന്നെന്ത് ചെയ്യുക? ഹീ ഗോട്ട് എംപ്ലോയിഡ് എന്നുള്ളടത്ത് ഐ ഗോട്ട് എംപ്ലോയിഡ് ഇൻ എ സോളിസിറ്റേഴ്സ് ഓഫീസ് എന്ന് എഴുതുക. പിന്നെ എന്ത് ചെയ്യുക? സൂൺ ഐ മെറ്റ് സം. അപ്പോൾ ആ ഹീ ഉള്ളടത്തൊക്കെ എന്ത് ചെയ്താൽ ഐ എഴുതുക. അപ്പോൾ ആ അത്ര എഴുതി കഴിഞ്ഞിട്ട് ഈ പാരഗ്രാഫ് മൊത്തം കണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇയാളുടെ ജോണിൻ്റെ ഡയറിയിലെ ഒരുവിധം എല്ലാ കാര്യങ്ങളും കിട്ടി. പിന്നെ നിങ്ങൾ എന്താ എഴുതേണ്ടതെന്ന് വിചാരിച്ചാൽ താങ്ക് ഗോഡ് എന്ന് എഴുതുക. ദൈവത്തിന് നന്ദി. എന്താണ്? ദ സർജൻറ്റ്, ദ ലാൻഡ് ലേഡി ആൻഡ് ദ ഡോക്ടർ സേവ്ഡ് മൈ ലൈഫ്. അതായത് സർജൻറ്റും ലാൻഡ് ലേഡിയും ഡോക്ടറും കൂടി എൻ്റെ ജീവിതം എന്ത് ചെയ്തു? രക്ഷിച്ചു. ഓക്കെ, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ ഫ്രം ടുഡേ ഐ വിൽ സ്പെൻഡ് മൈ ലൈഫ് ഫോർ ദ റീഹാബിലിറ്റേഷൻ ഓഫ് ദ ഡെറലിക്റ്റ് യൂത്ത്സ്. ഡെറലിക്റ്റ് യൂത്ത് എന്ന് പറഞ്ഞാൽ നിരാലംബരായ യുവാക്കൾ. അപ്പോൾ ഇങ്ങനെയുള്ള ആരോരുമില്ലാത്ത യുവാക്കളുടെ റീഹാബിലിറ്റേഷന്, പുനരുദ്ധാരണത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം ഇനി മുതൽ ചിലവഴിക്കും എന്നുള്ളൊരു പോസിറ്റീവ് എൻഡിങ് കൊടുത്തിട്ടാണ് അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു ഡയറി, ജോണിൻ്റെ ഡയറി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടുള്ളത് പഠിച്ചിട്ടുള്ള കുട്ടികൾ അതിനെ പഠിച്ചാൽ മതി. അതല്ലാത്തവർക്ക് ഈ ഒരു ഉടായ്പ പ്രയോഗിച്ചാൽ മതി. ഫുൾ മാർക്ക് എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെ, എല്ലാവരും ഹാപ്പി അല്ലേ? എന്നാൽ നമുക്ക് ഈ പാരഗ്രാഫിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരാം. അതും കൂടി മനസ്സിലാക്കി വെച്ചോളൂ. അർത്ഥം മനസ്സിലാക്കിയാലല്ലേ പെട്ടെന്ന് പഠിക്കാൻ കഴിയുള്ളൂ. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് പാരൻസ്, അയാളുടെ അച്ഛനമ്മമാരുടെ മരണശേഷം ഹി ഗോട്ട് എംപ്ലോയിഡ് ഇൻ എ സോളിസിറ്റേഴ്സ് ഓഫീസ് ഇൻ ലണ്ടൻ. സോളിസിറ്റർ എന്ന് പറഞ്ഞാൽ വക്കീലാണ് കേട്ടോ. ലണ്ടനിലെ ഒരു വക്കീലിൻ്റെ വീട്ടിൽ വക്കീലിൻ്റെ ഓഫീസിൽ അയാൾ ജോലിക്ക് പ്രവേശിച്ചു. സൂൺ ഹി മെറ്റ് സം ബാഡ് കമ്പനി. ഉടൻ തന്നെ അയാൾ കുറച്ച് ബാഡ് കമ്പനി, ഒരു ചീത്ത കൂട്ടുകെട്ടിൽ പെടുന്നു. ആൻഡ് ഹി ലോസ്റ്റ് ഓൾ ഹിസ് മണി ഇൻ ഓസ് ബെറ്റിങ്സ്. ഓസ് ബെറ്റിങ്സ് എന്ന ഗാംബ്ലിങ്, ചൂതാട്ടം. അങ്ങനെ ആവശ്യമില്ലാത്ത ചൂതാട്ടത്തിലൊക്കെ ഏർപ്പെട്ട് അയാളുടെ എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെടുത്തുകയാണ്. ഇൻ ഓർഡർ ടു റീകൂപ്പ് ഓൾ ഹിസ് ലോസ്റ്റ് പ്രോപ്പർട്ടി. ഈ റീകൂപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കുക എന്നാണ്. അപ്പം ഇൻ ഓർഡർ ടു എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നാണ് അർത്ഥം. അപ്പോൾ ഇൻ ഓർഡർ ടു റീകൂപ്പ് എന്ന് പറഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ വേണ്ടി, അയാളുടെ നഷ്ടപ്പെട്ട പ്രോപ്പർട്ടിയൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഹി സ്റ്റോൾ സം മണി ഫ്രം ഹിസ് ഓഫീസ് സേഫ്. അയാളുടെ ഓഫീസ് സേഫിൽ നിന്ന് അയാൾ എന്ത് ചെയ്തു? കുറച്ച് ഈ ഫ്രം ഹിസ് ഓഫീസ് സേഫ് എന്ന് വേണമെന്നില്ല, ഫ്രം ദ ഓഫീസ് സേഫ് എന്ന് എഴുതിയാൽ മതി. എന്നാൽ പിന്നെ നമുക്ക് മറ്റേ ഇയാളുടെ ഡയറി എഴുതുന്ന സമയത്ത് അധികം മാറ്റേണ്ടല്ലോ. അപ്പോൾ അയാൾ ഓഫീസ് സേഫ് എന്ന് കുറച്ച് പണം മോഷ്ടിച്ചു. ബട്ട് ഈ ലോസ്റ്റ് ദാറ്റ് മണി ടു. പക്ഷെ ആ പണവും അയാൾക്ക് നഷ്ടപ്പെട്ടു. ഫിയറിംഗ് ഓഫ് ദ ഫ്യൂച്ചർ ട്രയൽ. ഭാവിയിലെ വിചാരണയൊക്കെ പേടിച്ചിട്ട് ഹി ട്രൈഡ് ടു കമ്മിറ്റ് സൂയിസൈഡ് ബൈ ടേണിംഗ് ഓൺ ദ ഗ്യാസ്. അയാൾ ഗ്യാസ് തുറന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു? സൂയിസൈഡിന് ശ്രമിച്ചു. ഡയറിയൊക്കെ ആണെങ്കിൽ ഹി ട്രൈഡ് ടു കമ്മിറ്റ് എന്നുള്ളതിന് പകരം ഐ ട്രൈഡ് ടു കമ്മിറ്റ് എന്ത് ചെയ്താൽ. ഓക്കെ, അപ്പോൾ ഡയറി ഇതുവരെ മതി എന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടും തൽക്കാലം ഇതുവരെ തന്നെ മതി. ഇനി ഇതിന് അവസാനം ഒരൊറ്റ സെന്റൻസ് കൂടി ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ എഴുതണം. അതായത് ദ പോലീസ് ഹാസ് ബീൻ രജിസ്റ്റേർഡ് എ കേസ് അഗെയിൻസ്റ്റ് ദ ബോയ്. അത്ര എഴുതുക. ബൈ ദ ബോയ് എന്നല്ല, യങ് മാൻ. ഓക്കെ, അത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടും അവിടെ നിന്നു. ഓക്കെ, അപ്പം 2 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ ഈ ഒരു സ്പീച്ചും അതേപോലെ തന്നെ ക്രോണിൻ്റെ ഡയറി, അതേപോലെ ക്രോണിൻ്റെ മറ്റേ നറേഷൻ, പിന്നെ നമ്മൾ എഴുതുന്ന നറേഷൻ, അതേപോലെ തന്നെ റൈറ്റപ്പ്, ഇജാതി കുടച്ചക്രങ്ങളൊക്കെ ആണല്ലോ. ഇതൊക്കെ ലാസ്റ്റ് വരെ അങ്ങോട്ട് പോകണം. അപ്പോൾ നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് കിടക്കാം. ആഫ്റ്റർ ഹിയറിംഗ് ദ സാഡ് സ്റ്റോറി വി ഡിസൈഡഡ് ടു ഗിവ് ദ യൂത്ത് എ ഫ്രഷ് സ്റ്റാർട്ട്. അപ്പം ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ യുവാവിൻ്റെ ഈ ഒരു സാഡ് സ്റ്റോറിയൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു അയാൾക്കൊരു പുതിയ സ്റ്റാർട്ട് കൊടുക്കണമെന്ന്, ഒരു പുതിയ തുടക്കം കൊടുക്കണമെന്ന്. സോ ദ ലാൻഡ് ലേഡി ഓഫേർഡ് 1 month ഷെൽട്ടർ ഫോർ ഫ്രീ ആൻഡ് ദ സർജൻറ്റ് ഡിഡിൻ രജിസ്റ്റർ എനി കേസ് അഗെയിൻസ്റ്റ് ഹിം. അങ്ങനെ ലാൻഡ് ലേഡി 1 മാസത്തെ താമസം ഫ്രീ ആയിട്ട് കൊടുത്തു. അതേപോലെ തന്നെ സർജൻ്റ് ആണെങ്കിൽ ആ കേസ് രജിസ്റ്റർ ചെയ്യാതിരുന്നു. ആൻഡ് ഇറ്റ് വാസ് മൈ ചാൻസ്. ഇനി എൻ്റെ അവസരമായിരുന്നു. ഐ ഗേവ് ദ യങ് മാൻ 7 pounds 10 shillings ടു പുട്ട് ബാക്ക് ഇൻ ദ ഓഫീസ് സേഫ്. അപ്പോൾ ആ കുട്ടി മോഷ്ടിച്ച ആ 7 പൗണ്ടും 10 shilling എന്നുള്ള പണം എന്ത് ചെയ്തു? ഞാൻ ഓഫീസ് സേഫിൽ വെക്കാൻ വേണ്ടിയിട്ട് പണം കൊടുത്തു. ഐ നെവർ എക്സ്പെക്റ്റഡ് ദാറ്റ് ഇറ്റ് വുഡ് ബി ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ഐ എവർ മെയ്ഡ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അതെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല.
അപ്പോൾ നമ്മുടെ സ്പീച്ച് അതേപോലെ തന്നെ ക്രോണിൻ എഴുതുന്ന നറേഷൻ, ക്രോണിൻ്റെ ഡയറി, അതിലൊക്കെ ഇതേ മാറ്റർ ഒരു മാറ്റം ഇല്ലാതെ അങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഡയറി ആണോ വേണം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പഠിച്ചതാണ് പിന്നെ എഴുതിയാൽ മതിയല്ലോ, പിന്നെ വെറുതെ എന്തിനും ഒഴിവാക്കണല്ലേ. അപ്പം ഇതേമാതിരി ഇതാ. ഇനി അതല്ല, നിങ്ങളുടെ ഒരു നറേഷൻ അതല്ലെങ്കിൽ ഒരു റൈറ്റപ്പ് ഒക്കെ ആണെങ്കിൽ ഇതിൽ ചെറുതായിട്ട് മാറ്റണം. അതായത് ആ ഐ എന്നൊക്കെ ഉള്ളിടത്ത് എന്ത് ചെയ്യണം, ഹീന്നോ അല്ലെങ്കിൽ ക്രോണിൻ എന്നൊക്കെ വെച്ചിട്ടുണ്ട് മാറ്റുക. വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഉദാഹരണത്തിന് ആഫ്റ്റർ ഹിയറിംഗ് ദ സാഡ് സ്റ്റോറി, വി എന്നുള്ളിടത്ത് എന്ത് ചെയ്യുക, ഡേ എന്നാക്കുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്താണ് ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം ഐ ഗവ് ദ യങ് മാൻ എന്നുള്ളിടത്തൊക്കെ എന്ത് ചെയ്യുക, ഹീ ഗവ് അല്ലെങ്കിൽ ക്രോണിൻ ഗവ് എന്നാക്കുക. അതേപോലെ തന്നെ ഐ നെവർ എക്സ്പെക്റ്റഡ് എന്നുള്ളിടത്ത് ഹീ നെവർ എക്സ്പെക്റ്റഡ് എന്നുള്ളതാക്കുക. അതേപോലെ തന്നെ മൈ ലൈഫ് എന്നുള്ളിടത്ത് ഹിസ് ലൈഫ് എന്നാക്കുക. ഓക്കെ, ആ മാറ്റങ്ങളൊക്കെ കണ്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും എൻഡിങ്ങിലേക്ക് കടന്നു വരികയാണ്, അതായത് അവസാനത്തെ പാരഗ്രാഫുകളിലേക്ക് കേട്ടോ. ഇൻട്രസ്റ്റിംഗ്ലി ആഫ്റ്റർ 25 years, എന്താണെന്നല്ല അതിശയകരം എന്ന് പറയട്ടെ, 25 വർഷങ്ങൾക്ക് ശേഷം ഐ മെറ്റ് ദ സെയിം യങ് മാൻ ഇൻ എ ഷിപ്പ് കമ്മിങ് ഫ്രം ന്യൂയോർക്ക്. ന്യൂയോർക്കിൽ നിന്ന് വരുന്ന ഒരു കപ്പലിൽ വെച്ചിട്ട് അതേ യങ് മാനെ, അതായത് നേരത്തെ ആത്മഹത്യ ചെയ്ത അതേ യുവാവിനെ ഞാൻ വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഹിസ് നെയിം വാസ് മിസ്റ്റർ ജോൺ. അവൻ്റെ പേര് മിസ്റ്റർ ജോൺ എന്നായിരുന്നു. എ ഹാപ്പിലി മാരീഡ് മാൻ അലോങ് വിത്ത് ഹിസ് വൈഫ്. അപ്പോൾ വൈഫിൻ്റെ കൂടെയായിരുന്നു കണ്ടത്. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ദെൻ ഐ കുഡ് understand that the couple had been actively involved in the rehabilitation of the derelict adolescents. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിരാലംബരായ യുവാക്കളുടെ റീഹാബിലിറ്റേഷൻ, പുനരുദ്ധാരണത്തിന് വേണ്ടി വർക്ക് ചെയ്യാണ് ആ കപ്പിൾ എന്ന് ഞാൻ അവരിൽ നിന്ന് മനസ്സിലാക്കി. ഐ ഫെൽറ്റ് പ്രൗഡ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് അഭിമാനം തോന്നി. ബൈ തിങ്കിങ്, ഇങ്ങനെ ചിന്തിച്ചപ്പോൾ, ദ സ്മോൾ എമൗണ്ട് ദാറ്റ് ഐ ഹാഡ് ഗിവൺ ടു ഹിം ടേൺഡ് ഔട്ട് ടു ബി ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ ഹാഡ് എവർ മെയ്ഡ് ഇൻ മൈ ലൈഫ്. അയാൾക്ക് അന്ന് ഞാൻ കൊടുത്ത ചെറിയ എമൗണ്ട് ആണല്ലോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറിയത് എന്നോർത്തപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ ക്രോണിൻ്റെ ഡയറിയാണ് എഴുതുന്നതെങ്കിൽ, അതേപോലെ തന്നെ ക്രോണിൻ്റെ നറേഷനാണ് എഴുതുന്നതെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുവരെ ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് മുഴുവൻ എഴുതുക, അങ്ങോട്ട് എൻഡ് ചെയ്യിപ്പിക്കുക. ഇത്ര മതി നറേഷനും അതേപോലെ തന്നെ ഡയറിയും. ഇനി അതല്ല നിങ്ങൾ റൈറ്റപ്പ് ആണ് എഴുതുന്നതെങ്കിലും അതേപോലെ തന്നെ വേറെ, അതായത് നിങ്ങൾ തന്നെ ആ ഒരു കഥയുടെ നറേഷൻ എഴുതുകയാണെങ്കിലും ഇതേ പാരഗ്രാഫ് വരെ മതി. പക്ഷേ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തണം. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഐ ഉള്ളിടത്തൊക്കെ ക്രോണിൻ എന്നോ അല്ലെങ്കിൽ ഹീ എന്നോ വെച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി സ്പീച്ച് ആണെങ്കിൽ മാത്രം നിങ്ങൾ ലാസ്റ്റത്തെ ചെറിയ പാരഗ്രാഫും കൂടി എഴുതാം. എന്താണ് അതിൽ പറയുന്നത്? ത്രൂ ദ ലൈഫ് ഓഫ് മിസ്റ്റർ ജോൺ, മിസ്റ്റർ ജോണിന്റെ ലൈഫിലൂടെ ഐ ടോട്ട് എ ലെസൺ, ഞാനൊരു പാഠം പഠിച്ചു. ദാറ്റ് എ മാൻസ് ലൈഫ് ഈസ് ഷേപ്ഡ് ബൈ ദ സറൗണ്ടിങ്സ് ഇൻ വിച്ച് ഹി ലിവ്സ്. അതായത് ഒരു മനുഷ്യന്റെ ജീവിതം എന്നുള്ളത് അയാൾ ജീവിക്കുന്ന ആ സറൗണ്ടിങ്സ് ആണ് അയാളെ ഷേപ്പ് എടുക്കുന്നത്, അയാളുടെ ജീവിതം ഷേപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നറേഷനിലൊക്കെ ഇതേ സാധനം വീണ്ടും എഴുതട്ടോ, വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ എഴുതാം. ഇനി ഐ ആം കൺക്ലൂഡിങ് മൈ വേർഡ്സ്. ഈ പറയുന്ന സാധനം എന്തായാലും സ്പീച്ചിൽ എഴുതാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വൺസ് അഗൈൻ താങ്ക് യു ഓൾ ഓൺ ഹിയറിംഗ് മീ. എന്നെ ശ്രവിച്ചതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇങ്ങനെ താങ്ക് യു പറഞ്ഞിട്ട് വേണം അവസാനിപ്പിക്കാൻ കേട്ടോ. ഇനി അറിയാതെ എങ്ങാനും ജയ് ഹിന്ദ് ഒന്ന് എഴുതാത്. ചില ടീച്ചർമാർ പറഞ്ഞു കൊടുക്കേണ്ട സ്പീച്ചിനിടയിൽ ജയ് ഹിന്ദ് എഴുതണം എന്നൊക്കെ. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ക്രോണിൻ ലണ്ടനിലുള്ളതാണ്. പക്ഷേ ലണ്ടനിലുള്ള ആളെന്തിനാ ജയ് ഹിന്ദ് പറയണ്ടേ? ജയ് ലണ്ടൻ എന്നല്ലേ പറയണ്ടേ അല്ലേ? അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ എഴുതി വെക്കരുത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നോട്ട് തരും കേട്ടോ. നമ്മുടെ വാങ്ക എന്ന് പറഞ്ഞ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു സമ്മറിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിന് ഒരു വിധത്തിൽപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ ഒരു സമ്മറി തന്നെ യൂസ് ചെയ്യാം. അതായത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്കൊരു റൈറ്റപ്പോ അല്ലെങ്കിൽ ഈ ഒരു കഥയുടെ ഒരു റിവ്യൂ, അതും അല്ലെങ്കിൽ നിങ്ങൾ ഈ കഥ വായിച്ചതിന് ശേഷം ആരോടെങ്കിലും പറയുന്ന രീതിയിൽ ആ കഥ പറയുന്ന വാങ്കയുടെ അവസ്ഥ പറയുന്ന രീതിയിലുള്ള ഒരു നറേഷനോ ചോദിച്ചാൽ ഒന്നും നോക്കണ്ട, ഈ ഒരു സമ്മറി അതേപോലെ അങ്ങോട്ട് എഴുതിയാൽ മതി, ഒരു മാറ്റം വരുത്തണ്ട. ഇനി അതല്ല വാങ്ക വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ഒരു സമ്മറി തയ്യാറാക്കാൻ അല്ല നറേഷൻ തയ്യാറാക്കാനോ അതല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഈ കഥ വേറെ ആർക്കും പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നറേഷൻ തയ്യാറാക്കാനോ ചോദിച്ചാൽ ഇതിൽ ഫസ്റ്റ് പറയുന്ന ആ ഒരു വാങ്ക ഈസ് എ ഹാർട്ട് ടച്ചിങ് ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ദ ഫേമസ് റഷ്യൻ റൈറ്റർ ആൻറ്റൺ ചെക്കോ എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ അത്. അതേപോലെ അതിന് ശേഷം വരുന്ന ദ സ്റ്റോറി ടെൽസ് എ പെയിൻഫുൾ ലൈഫ് ഓഫ് എ 9 years old ഓർഫൻ ബോയ് വാങ്ക. അത്രയും ഭാഗം എന്ത് ചെയ്യുക ഒഴിവാക്കുക. ബാക്കിയുള്ളവർക്കൊക്കെ ഹി എന്നുള്ളതൊക്കെ നിങ്ങൾ മാറ്റിയിട്ട് ഐ എന്നൊക്കെ വെച്ചിട്ട് വാങ്കയാണ് ഐ ആക്കുക. അതേപോലെ ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ അതിനനുസരിച്ച് മാറ്റുക, സബ്ജക്റ്റ് മാറ്റി കൊടുത്തിട്ട് എഴുതിയാൽ മതി. ഇനി അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വാങ്കയുടെ ഡയറി ചോദിക്കുകയാണെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹി ഉള്ളിടത്തൊക്കെ ഐ വെച്ചിട്ട് എഴുതുക. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ വാങ്ക എഴുതുന്ന കത്ത് ചോദിച്ചാലും ഇതേപോലെ തന്നെ ഹി ഉള്ളിടത്തൊക്കെ ഐ വെച്ചിട്ട് എഴുതുക. അങ്ങനെ കണ്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ വാങ്ങേണ്ട ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്താൽ. അതേപോലെ റിപ്പോർട്ട് റൈറ്റിംഗ് ആയാലും ചിലപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടൊക്കെ ചോദിക്കും. അതിനൊക്കെ നിങ്ങൾക്ക് ഇതെന്നെ പ്രയോജനപ്പെടുത്തുക, ഡയലോഗ്സ് തന്നെ. അപ്പോൾ പരമാവധി ഷോർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഞാനിതൊന്ന് വായിച്ചു തരാം, അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഹെഡിങ് കൊടുക്കണം. നിങ്ങൾക്ക് ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ടോ റൈറ്റപ്പോ അതേപോലെ നറേഷനോ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടൈറ്റിൽ വേണമല്ലോ. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ തന്നെ ഇങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി. വാങ്ക എൻ ഓർഫൻ ബോയ്, അതായത് വാങ്ക ഒരു അനാഥക്കുട്ടി. ഇനി നമുക്ക് സ്പീഡിലുണ്ട് വായിക്കാം. വാങ്ക ഈസ് എ ഹാർട്ട് ടച്ചിങ് ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ദ ഫേമസ് റഷ്യൻ റൈറ്റർ ആൻറ്റൺ ചെക്കോവ്. അതായത് പ്രസിദ്ധ റഷ്യൻ കഥാകാരനായിട്ടുള്ള റൈറ്ററായിട്ടുള്ള ആൻറ്റൺ ചെക്കോവ് എഴുതിയ ഒരു ഹാർട്ട് ടച്ചിങ്, അതായത് ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കഥയാണ്, ഷോർട്ട് സ്റ്റോറിയാണ് വാങ്ക. ദ സ്റ്റോറി ടെൽസ് എ പെയിൻഫുൾ ലൈഫ് ഓഫ് എ 9-year ഓൾഡ് ഓർഫൻ ബോയ് വാങ്ക. അപ്പോൾ ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു 9 വയസ്സുകാരനായ ഒരു അനാഥ കുട്ടിയായ വാങ്കയുടെ വേദനിപ്പിക്കുന്ന ഒരു ജീവിത കഥയാണ്. ഹി വാസ് അപ്രന്റീസ്ഡ് ടു എ ഷൂ മേക്കർ ഇൻ മോസ്കോ നെയ്മഡ് അലിയാക്കിൻ. അലിയാക്കിൻ എന്ന പേരുള്ള ഒരു ഷൂ മേക്കർ, മോസ്കോയിലുള്ള ഒരു ഷൂ മേക്കറുടെ അടുത്തേക്ക് അപ്രന്റീസ് ആയിട്ട് ജോലി പഠിക്കാൻ വേണ്ടി അവൻ അയക്കപ്പെടുകയാണ്. ദ മാസ്റ്റർ അലിയാക്കിൻ, ദ മിസ്ട്രസ് ആൻഡ് ദ സീനിയർ അപ്രന്റീസസ് ട്രീറ്റഡ് ഹിം വെരി ക്രൂവലി. അപ്പോൾ അവൻ്റെ മാസ്റ്റർ ആയിട്ടുള്ള അലിയാക്കിനും അയാളുടെ ഭാര്യയും അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സീനിയർ അപ്രന്റീസസും അവനോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. വാങ്ക കുഡിൻ ടോളറേറ്റ് ദെയർ ടോർച്ചർ ആൻഡ് വിഷ്ഡ് ടു എസ്കേപ്പ് ഫ്രം ദർ. അപ്പോൾ വാങ്കയ്ക്ക് ഇവരുടെ ഈ ഒരു ടോർച്ചറിംഗ് ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അവൻ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സോ ഹി റോട്ട് എ ലെറ്റർ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ കോൺസ്റ്റാന്റിൻ മക്കാറിച്ച് ടു ടേക്ക് ഹിം ടു ഹിസ് നാറ്റീവ് വില്ലേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ക അവൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള കോൺസ്റ്റാന്റിൻ മക്കാറിച്ചിന് ഒരു കത്ത് അയക്കുകയാണ് അവനെ എത്രയും പെട്ടെന്ന് ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാൻ. ഇനി സെക്കൻഡ് പാരഗ്രാഫിലേക്ക് വന്നാൽ, ഇൻ ഹിസ് ലെറ്റർ വാങ്ക റോട്ട് അബൌട്ട് ഓൾ ഹിസ് സഫറിങ്സ് ഹി ഹാഡ് ടു ഫേസ് ഫ്രം ദ ഷൂ മേക്കേഴ്സ് ഹൗസ്. അപ്പോൾ ഷൂ മേക്കറുടെ വീട്ടിൽ വെച്ച് തനിക്കുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളും വാങ്ക തൻ്റെ കത്തിലായിട്ട് എഴുതുന്നുണ്ട്. ഇറ്റ് വാസ് എ ക്രിസ്മസ് ഈവ്. ഹിസ് മാസ്റ്റർ, മിസ്ട്രസ് ആൻഡ് ദ സീനിയർ അപ്രന്റീസസ് ഹാഡ് ഗോൺ ടു ദ ചർച്ച്. അപ്പം അവൻ്റെ ഒരു ക്രിസ്മസ് നിലയെന്നാണ് അവൻ കത്ത് എഴുതുന്നത്. അതേപോലെ തന്നെ അവൻ്റെ മാസ്റ്ററും മിസ്ട്രസും എല്ലാവരും ചർച്ചിലേക്ക് പോയതായിരുന്നു. വാങ്ക ഹാഡ് മെനി ലവിംഗ് മെമ്മറീസ് അബൌട്ട് ഹിസ് നാറ്റീവ് വില്ലേജ്. തൻ്റെ നാറ്റീവ് വില്ലേജിനെ കുറിച്ച്, തൻ്റെ സ്വദേശത്തെക്കുറിച്ച് ഒരുപാട് ലവിംഗ് മെമ്മറീസ്, സ്നേഹമുള്ള ഓർമ്മകൾ വാങ്ങിക്കൊണ്ട്. ഹിസ് ഗ്രാൻഡ് ഫാദർ മക്കാറിച്ച് ഹു വാസ് എ ലിവ്ലി ഓൾഡ് മാൻ ഓഫ് 65 ഇയേഴ്സ്. അവൻ്റെ ഗ്രാൻഡ് ഫാദർ കോൺസ്റ്റാന്റിൻ മക്കാറിച്ച് ആണെങ്കിൽ നല്ല ആക്റ്റീവ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, വയസ്സനാണ്, 65 വയസ്സോളം അയാൾക്ക് പ്രായമുണ്ട്. ഹി വർക്ക്ഡ് ആസ് എ നൈറ്റ് വാച്ച്മാൻ ഓഫ് ദ എസ്റ്റേറ്റ് ഓഫ് സിവാറവ്. അയാൾ ഒരു സിവാറവ് എന്ന് പറഞ്ഞ ഒരാളുടെ എസ്റ്റേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. വാങ്കാസ് മദർ പലേജിയ വാസ് എ സെർവൻറ്റ് ഓഫ് ദ ഹൗസ് ഓൾഗ ഇഗ്നീറ്റീവിന. അപ്പോൾ അതേ വീട്ടിലെ ഓൾഗ ഇഗ്നീറ്റീവിന എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീയുടെ ഒരു സെർവൻ്റ് ആയിട്ടാണ് പലേജിയ എന്ന് പറഞ്ഞ വാങ്കയുടെ അമ്മ ജോലി ചെയ്യുന്നത്. അപ്പോൾ വാങ്കയുടെ അമ്മയുടെ പേരാണ് പലേജിയ കേട്ടോ. ഓൾഗ ഹാസ് എ സ്പെഷ്യൽ ലവ് ഓൺ വാങ്ക. അപ്പോൾ ഈ മുതലാളി ആയിട്ടുള്ള ഓൾഗയ്ക്ക്, ആ സ്ത്രീക്ക് വാങ്കയോട് സ്പെഷ്യൽ ലവ് ഉണ്ട്. ഷീ യൂസ്ഡ് ടു ഗിവ് വാങ്ക സ്വീറ്റ്സ്. അവൾ എപ്പോഴും വാങ്കയ്ക്ക് സ്വീറ്റ്സുകൾ, മിഠായികളൊക്കെ കൊടുക്കാറുണ്ട്. ആൻഡ് ടീച്ച് ഹിം ടു റീഡ്, റൈറ്റ് ആൻഡ് കൗണ്ട് ടു 100 ആൻഡ് ഈവൻ ടു ഡാൻസ് എ കോഡ്രിൽ. അതേപോലെ വാങ്കയ്ക്ക് എഴുതാനും വായിക്കാനും അതേപോലെ തന്നെ 100 വരെ എണ്ണാനും പിന്നെ കോഡ്രിൽ എന്ന് പറഞ്ഞ 4 പേർ കളിക്കാവുന്ന ഒരു ഡാൻസ് ഒക്കെ ഈ ഒരു സ്ത്രീ വാങ്കയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പാരഗ്രാഫ്. ആഫ്റ്റർ ഹിസ് മദേഴ്സ് ഡെത്ത് വാങ്ക വാസ് സെൻഡ് ടു അലിയാക്കിൻ ആസ് ആൻ അപ്രന്റീസ്. അപ്പോൾ അമ്മയുടെ മരണശേഷമാണ് വാങ്ക അലിയാക്കിൻ്റെ അടുത്തേക്ക് അപ്രന്റീസ് ആയിട്ട് അയക്കപ്പെടുന്നത്. വാങ്ക ഹാഡ് ടു ഫേസ് എ ലോട്ട് ഓഫ് സഫറിങ്സ് ദർ. അപ്പോൾ അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വാങ്കയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരികയാണ്. ഹി ഹാഡ് ടു ഡു ഓൾ ദ ഹൗസ് ഹോൾഡ്സ് ഇൻക്ലൂഡിംഗ് ദ ക്ലീനിങ് ഓഫ് ഫിഷ് ആൻഡ് റോക്കിംഗ് ഇസ് മാസ്റ്റേഴ്സ് ബേബി. അപ്പോൾ അവിടെ വെച്ചിട്ട് എല്ലാ വീട്ടുജോലികളും അവന് ചെയ്യേണ്ടി വരികയാണ്. അതായത് അവൻ്റെ ഫിഷ് മുറിക്കൽ, അതുപോലെ തന്നെ മാസ്റ്ററുടെ കുട്ടിയെ തൊട്ടിലാട്ടൽ, ഇതൊക്കെ വാങ്കയ്ക്കുള്ള ജോലിയായിട്ട് വരികയാണ്. ഇഫ് ഹി മേഡ് എനി മിസ്റ്റേക്ക് ഹി വുഡ് ബി പണിഷ്ഡ് ക്രൂവലി. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരുത്താണെങ്കിൽ അവനെ ക്രൂരമായി പണിഷ് കിട്ടും. കൺക്ലൂഡിംഗ് ഹിസ് ലെറ്റർ, തൻ്റെ കത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ വിത്ത് എ ഫൈനൽ റിക്വസ്റ്റ്, ഒരു അവസാനത്തെ റിക്വസ്റ്റ്, തന്നെ അവിടുന്ന് കൊണ്ടുപോകണം എന്നുള്ള അവസാനത്തെ റിക്വസ്റ്റോട് കൂടിയിട്ടാണ് അവൻ കത്ത് അവസാനിപ്പിക്കുന്നത്. അതിനുശേഷം വാങ്ക റാൻ ടു ദ ലെറ്റർ ബോക്സ് ആൻഡ് ഡ്രോപ്പ്ഡ് ഹിസ് പ്രഷ്യസ് ലെറ്റർ ഇൻ ടു ദ സ്ലിറ്റ്. വാങ്ക നേരെ ലെറ്റർ ബോക്സിനടുത്തേക്ക് ഓടുന്നു. എന്നിട്ട് അവൻ്റെ വില കൂടിയ ലെറ്റർ എന്ത് ചെയ്യുന്നു, ആ സ്ലിറ്റിലേക്ക് ഇടുന്നു. ആഫ്റ്റർ ഹി വാസ് ലെഡ് ടു ദ റോസി സ്ലീപ്പ് ആൻഡ് എ ഡ്രീം വെർ ഹിസ് ഗ്രാൻഡ് ഫാദർ വാസ് റീഡിംഗ് ഹിസ് ലെറ്റർ ടു ദ കുക്സ്. അതിനുശേഷം അവന് നല്ല സുന്ദരമായ സ്വപ്നങ്ങളൊക്കെ കണ്ട് കിടക്കുകയാണ്. ആ സ്വപ്നത്തിൽ അവൻ്റെ ഗ്രാൻഡ് ഫാദർ കുക്കുകളും മൊത്തം അടുക്കളയിലെ പാചകക്കാരും മൊത്തത്തെ ആ കത്ത് വായിക്കുന്നതായിട്ട് അവൻ സ്വപ്നം കാണുകയാണ്. അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്ററായി. ഇതിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം ഇത്രയും പഠിച്ചിട്ട് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം 1.5 പേജോളം വരും. ഇത് എഴുതിയാൽ മതി, ഒരുപാട് കാര്യങ്ങളൊന്നും എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ നറേഷനൊക്കെ എഴുതുമ്പോൾ എന്തായാലും ഒരു ഹെഡിങ് കൊടുക്കണം. നറേഷൻ ആയാലും ഇതിൻ്റെ ഒരു റിവ്യൂ ആയാലും അതേപോലെ തന്നെ റൈറ്റപ്പ് ആയാലും ഒക്കെ ഇതന്നെ എഴുതിയാൽ മതി കേട്ടോ. അപ്പം ഞാൻ ഒന്ന് വായിച്ചുതരാം. The Snake and the Mirror is an interesting humorous story written by popular Malayalam writer Vaikam Muhammad Bashir, who is fondly remembered as the Bepur Sultan. അപ്പോൾ ബേപ്പൂർ സുൽത്താൻ എന്ന സ്നേഹപൂർവ്വം ഓർമ്മിക്കപ്പെടുന്ന നമ്മുടെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു ഹ്യൂമറസ് സ്റ്റോറി, ഒരു കോമഡി സ്റ്റോറിയാണ് സ്നേക്ക് ആൻഡ് ദ മിറർ. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു കഥയുടെ റിവ്യൂ അല്ലെങ്കിൽ റൈറ്റപ്പ്, അതും അല്ലെങ്കിൽ ഈ കഥ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള നറേഷൻ, ഇങ്ങനെയൊക്കെ എഴുതുമ്പോഴാണ് നിങ്ങൾ ഈ എഴുത്തുകാരനെയൊക്കെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം. അതല്ലാതെ ആ ഹോമിയോപ്പതി വേറൊരാൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ ഇതൊന്നും എഴുതണ്ട. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇനി ഞാൻ പറയുന്ന സെൻറ്റൻസ് മുതലുണ്ട് എഴുതിയാൽ മതി.
ഓക്കെ, നമുക്ക് ബാക്കി വായിക്കാം. ദ സ്റ്റോറി ഈസ് അബൌട്ട് ഹോമിയോപ്പസ് എൻകൗണ്ടർ വിത്ത് എ സ്നേക്ക്. ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെ സ്നേക്കുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ, ഒരു ആക്രമണമാണ് അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ആണ് ഇതിലൂടെ പറയുന്നത്. ദ ഡോക്ടർ ലിവ്ഡ് ഇൻ എ സ്മോൾ റെന്റഡ് റൂം ഫുൾ ഓഫ് റാറ്റ്സ്. എലികളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു വാടക വീട്ടിലാണ് നമ്മുടെ ഡോക്ടർ താമസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഡോക്ടറാണ് അല്ലെങ്കിൽ ഹോമിയോപ്പതി നറേറ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ദ ഡോക്ടർ എന്നുള്ളതിന് പകരം ഐ ലിവ്ഡ് ഇൻ എ സ്മോൾ റെന്റഡ് റൂം ഫുൾ ഓഫ് റാറ്റ്സ് എന്നുള്ള ആ ഒരു സെന്റൻസ് മുതലാണ്ട് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ദ ഹൗസ് വാസ് നോട്ട് ഈവൻ ഇലക്ട്രിഫൈഡ്. ആ വീട്ടിൽ ഇലക്ട്രിസിറ്റി പോലും ഉണ്ടായിരുന്നില്ല, വൈദ്യുതീകരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ്. നല്ല ചൂടുള്ള ഒരു ദിവസമായിരുന്നു. ദ ഡോക്ടർ വാസ് റീഡിംഗ് എ ബുക്ക്. ഡോക്ടർ ഇങ്ങനെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഡോക്ടർ എന്നാണ് നറേറ്റ് ചെയ്യുന്നെങ്കിൽ ഡോക്ടർക്ക് വരെ ഐ വെച്ചാൽ മതി, ഐ വാസ് റീഡിംഗ് എ ബുക്ക്. ഇനി ദർ വാസ് എ കെറോസിൻ ലാമ്പ് ബേണിംഗ് ഓൺ ദ ടേബിൾ. അവിടെ 2 വാസ് വന്നിരിക്കുന്ന ഒരു വാസ് മതി കേട്ടോ. അതായത് അവിടെ ടേബിളിന്റെ മേലെ ഒരു മണ്ണെണ്ണ വിളക്ക് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ദർ വാസ് ഓൾസോ എ ലാർജ് മിറർ ഓൺ ദ ടേബിൾ. ടേബിളിന്റെ മേലെ വലിയൊരു കണ്ണാടി കൂടി ഉണ്ടായിരുന്നു. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് വരാം. വൈ ലുക്കിംഗ് അറ്റ് ദ മിറർ മെനി കളർഫുൾ തോട്ട്സ് സ്ട്രക്ക് ഇൻ ഡോക്ടേഴ്സ് മൈൻഡ്. അപ്പോൾ ആ ഒരു കണ്ണാടിയിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് ഡോക്ടറുടെ മനസ്സിലേക്ക് കുറേ കളർഫുൾ വർണ്ണാഭമായിട്ടുള്ള ചിന്തകളൊക്കെ കടന്നു വരികയാണ്. അവിടെ ഡോക്ടേഴ്സ് മൈൻഡ് എന്നുള്ളത് ഡോക്ടറിനെ നറേറ്റ് ചെയ്യുകയാണെങ്കിൽ മൈ മൈൻഡ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഹി ഇമാജിൻഡ് ഹിംസെൽഫ് ദാറ്റ് ഹി വാസ് സോ ഹാൻസം. താൻ വളരെ സുന്ദരനാണെന്ന് അയാൾ അങ്ങോട്ട് സങ്കല്പിക്കായിരുന്നു. ആസ് ഹി വാസ് എ ബാച്ചിലർ ഹി ഡ്രീംഡ് ഓഫ് മാരിയിങ് എ വുമൺ ഡോക്ടർ ഹു ഹാഡ് പ്ലെന്റി ഓഫ് മണി. അപ്പോൾ അയാൾ ഒരു ബാച്ചിലർ ആയതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഒരു ഡോക്ടർ ആയതുകൊണ്ടും ഒരുപാട് പണമുള്ള ഒരു വിമൺ ഡോക്ടറെ തന്നെ, ഒരു ലേഡി ഡോക്ടറെ തന്നെ കല്യാണം കഴിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുകയാണ്. വൈൽ ഹി വാസ് സിറ്റിംഗ് വിത്ത് സച്ച് ബ്യൂട്ടിഫുൾ ഡ്രീംസ്. അപ്പോൾ ഇത്തരത്തിലുള്ള സുന്ദരമായ സ്വപ്നങ്ങൾ കണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എ ഡൾ സൗണ്ട് വാസ് ഹേർഡ് ആസ് ഇഫ് എ റബ്ബർ ട്യൂബ് ഹാഡ് ഫാളൻ ടു ദ ഗ്രൗണ്ട്. അപ്പോൾ ഗ്രൗണ്ടിലേക്ക് താഴേക്ക് ഒരു റബ്ബർ ട്യൂബ് വീഴുന്ന പോലെ, ആസ് ഇഫ് എന്ന് പറഞ്ഞാൽ എന്ന പോലെ എന്നാണ് അർത്ഥം, വീഴുന്ന പോലെ ഒരു ഡൾ സൗണ്ട്, ഒരു വൃത്തികെട്ട സൗണ്ട് അയാൾ കേട്ടു. ഓക്കെ, എന്താ സംഭവിച്ചത്? ബിഫോർ ഹി കുഡ് ഡു എനിത്തിങ്, അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് എ ഫാറ്റ് സ്നേക്ക് റിഗിൾഡ് ഓവർ ദ ബാക്ക് ഓഫ് ദ ചെയർ ആൻഡ് കോയിൽഡ് അറൗണ്ട് ഹിസ് ലെഫ്റ്റ് ഹാം. റിഗിൾ പറഞ്ഞാൽ ഇഴഞ്ഞു കയറല്ലേ. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു തടിച്ച പാമ്പ് ഇഴഞ്ഞിട്ട് അയാളുടെ ചെയറിന്റെ മേലെ കൂടെ കയറിയിട്ട് അയാളുടെ ഇടത്തെ കയ്യിൽ അങ്ങോട്ട് വന്നിട്ട് ചുറ്റിപ്പിടിച്ചു. കോയിൽ പറഞ്ഞാൽ ചുറ്റിപ്പിടിക്കുക. ദ ഡോക്ടർ സാറ്റ് സ്റ്റിൽ ലൈക്ക് എ സ്റ്റാച്യു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഒരു സ്റ്റാച്യു പോലെ, ഒരു പ്രതിമ പോലെ അനങ്ങാതെ അവിടെ ഇരുന്നു. ബട്ട് ഹിസ് മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. പക്ഷെ അവൻ്റെ മനസ്സ് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു കേട്ടോ. ഹി കോൾഡ് ഹിംസെൽഫ് ആസ് എ ഫൂൾ ബിക്കോസ് ഹി ഹാഡ് നോ മെഡിസിൻ വിത്ത് ഹിം. അപ്പോൾ അയാളുടെ കയ്യിൽ മരുന്നൊന്നുമില്ലായിരുന്നു. അപ്പോൾ അയാളെ തന്നെ ഒരു വിഡ്ഢി എന്ന് വിളിച്ചു. ഇഫ് ദ സ്നേക്ക് ഹാഡ് സ്ട്രക്ക്, അത് സ്ട്രക്ക് പറഞ്ഞാൽ കടിക്കുക അല്ലേ. അപ്പം ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ചികിത്സിക്കാനുള്ള ഒരു മരുന്ന് പോലും തൻ്റെ കയ്യിലില്ലായിരുന്നു. ഹി പ്രേഡ് ടു ഗോഡ് ഇൻ മൈൻഡ്. അയാൾ മനസ്സിൽ ഉറക്കെ വിളിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ മനസ്സിൽ ദൈവത്തെ വിളിച്ചു. ആസ് എ മിറാക്കിൾ, ഒരു അത്ഭുതമെന്ന് പറയട്ടെ, സഡൻലി ദ സ്നേക്ക് ടേൺഡ് ഇൻ ടു ദ മിറർ ഓൺ ദ ടേബിൾ. ടേബിളിന്റെ മേലുള്ള കണ്ണാടിയിലേക്ക് പാമ്പ് പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞു. ദെൻ ദ snake slowly unwound itself from his arm and crept towards the mirror. അപ്പോൾ പാമ്പ് എന്ത് ചെയ്തു? പതുക്കെ ഇയാളുടെ ശരീരത്തിൽ നിന്ന് അൺവൗണ്ട് ചെയ്തു. അൺവൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റഴിക്കുക അല്ല, ചുറ്റഴിച്ചിട്ട് നേരെ ആ ഒരു കണ്ണാടിയുടെ നേർക്ക് നീങ്ങി. മേ ബി ഇറ്റ് വാണ്ടഡ് ടു ഹാവ് എ ക്ലോസർ ലുക്ക് അറ്റ് ഇറ്റ്സ് ഓൺ ഇമേജ്. അപ്പോൾ പാമ്പിന് ഒരു പക്ഷേ അതിൻ്റെ സ്വന്തം ഇമേജ് കാണാനായിരിക്കാം, അതിൻ്റെ റിഫ്ലക്ഷൻ കാണാനായിരിക്കാം. വിതൗട്ട് വേസ്റ്റിംഗ് എ മൊമെന്റ് ദ ഡോക്ടർ സൈലന്റ്ലി മൂവ്ഡ് ഔട്ട് ഓഫ് ദ റൂം ആൻഡ് റാൻ അവേ. അപ്പോൾ ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാതെ കിട്ടിയ ചാൻസിന് ഡോക്ടർ പതുക്കെ ആ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഓടി. ദെൻ ഹി റീച്ച്ഡ് വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് ഹൗസ്. അങ്ങനെ അയാളുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് എത്തിയത്. ഹി സ്റ്റേഡ് ദർ അറ്റ് ദാറ്റ് നൈറ്റ്. അങ്ങനെ ആ രാത്രി അയാൾ അവിടെ തങ്ങി. അറ്റ് ദ നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം രാവിലെ, ഹി റീച്ച്ഡ് ഹിസ് റൂം വിത്ത് സം ഫ്രണ്ട്സ്. കുറച്ച് കൂട്ടുകാരുടെ കൂടെ അയാൾ ആ റൂമിലേക്ക് തിരിച്ചെത്തി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി കുഡ് സീ നത്തിങ് ദർ. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ അയാൾക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഓൾ ഹിസ് പ്രോപ്പർട്ടീസ് വെർ സ്റ്റോളൻ ബൈ സം തീഫ്സ്. ഏതോ കള്ളന്മാർ അയാളുടെ എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റിയിരുന്നു. ആൻഡ് ദ ഇൻട്രസ്റ്റിംഗ് തിങ് വാസ് ദാറ്റ് ദ തീഫ് ഹാഡ് ലെഫ്റ്റ് വൺ ഓഫ് ദ ഡോക്ടേഴ്സ് ബിലോങ്ങിങ്സ് ആസ് എ ഫൈനൽ ഇൻസൾട്ട്. അപ്പോൾ ഡോക്ടറുടെ ഒരു സാധനം മാത്രം അയാൾ ഫൈനലായിട്ട് ഒന്ന് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കള്ളൻ അവിടെ ബാക്കി വെച്ചിരുന്നു. എന്താണ് ആ സാധനം? ഇറ്റ് വാസ് നത്തിങ് ബട്ട് ഈസ് ഡേർട്ടി വെസ്റ്റ്. അയാളുടെ ഒരു മുഷിഞ്ഞ ഒരു എന്താ പറയുക ബനിയൻ ഉണ്ടായിരുന്നു, ഇന്നർ ബനിയൻ. അത് മാത്രം കള്ളൻ അവിടെ വെച്ചു, ബാക്കിയുള്ളതൊക്കെ എടുത്തുണ്ടായി. നല്ല വൃത്തിയുള്ള കള്ളൻ അല്ലേ. സത്യജിത് റായ് ഫേസ്ഡ് മെനി സഫറിംഗ്സ് ടു ഷൂട്ട് ദ സീൻ വിത്ത് എ ടൈഗർ ഫോർ ഹിസ് ഫിലിം ഗോപി ഗൈൻ ബഗാബൈൻ. തന്റെ ഗോപി ഗൈൻ ബഗാബൈൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി സത്യജിത് റായ് ഒരുപാട് സഫറിംഗ്സ് അനുഭവിച്ചു. പ്രിപ്പയർ എ റൈറ്റപ്പ് ഡിസ്ക്രൈബിംഗ് ദ ഡിഫിക്കൽട്ടീസ് റായ് എക്സ്പീരിയൻസ്ഡ് ഇൻ ദ ഷൂട്ടിംഗ് സീൻ. ആ ഒരു സീന് ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി റായ് അനുഭവിച്ച സഫറിംഗ്സ് എന്തൊക്കെയാണെന്ന് നമ്മളോടൊന്ന് റൈറ്റപ്പ് ആയിട്ട് വിവരിക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് അതിൽ നിങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ട ചില സൂചനകൾ എന്തൊക്കെയാണെന്ന് ഹിൻസൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് കോൺടാക്ട്സ് ഭാരത് സർക്കസ്, മീറ്റ്സ് മാനേജർ, പിന്നെ ബ്രിങ്സ് ദ ടൈഗർ ടു ദ ലൊക്കേഷൻ, ടൈഗർ സ്പ്രിംഗ് ഔട്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. രണ്ടാമത് ഷൂട്ട് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ ഹിൻസൈറ്റ് തന്നിട്ടുണ്ട്. ഇതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് വേണം നമ്മുടെ റൈറ്റപ്പ് എഴുതാൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു എസ്സേ ആണ് അല്ലേ. എന്നാൽ റൈറ്റപ്പ് ആയാലും നറേഷൻ ആയാലും സത്യജിത് റായ് അല്ല ഇതിലെ കഥാപാത്രമെങ്കിൽ, അതായത് നിങ്ങളോട് സത്യജിത് റായ്ക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നറേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിലും അതേപോലെ തന്നെ ആ സംഭവത്തെ കുറിച്ച് റൈറ്റപ്പ് എഴുതാൻ പറയുകയാണെങ്കിലും ഇപ്പം ഞാൻ തന്നിട്ടുള്ള നോട്ട് അതേപോലെ എഴുതിയാൽ മതി. ഇനി അതല്ല, സത്യജിത് റായ് തന്നെ നറേറ്റ് ചെയ്യുന്ന രീതിയിലാണ്, ആ സംഭവം സത്യജിത് റായ് തന്നെ നറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഇതിൽ റായ് എന്നൊക്കെ ഹി എന്നൊക്കെ പറയുന്ന ഭാഗത്ത് ഐ എന്നൊക്കെ വെച്ച് അങ്ങോട്ട് എന്ത് ചെയ്യാൽ മതി, എഴുതിയാൽ മതി. അതേപോലെ ദേ എന്നുള്ളിടത്തൊക്കെ വി എന്നും. അതിൻ്റെ ഒരു ക്ലൂ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിരുന്നത് എങ്ങനെയാണ് ഇതൊന്ന് മാറ്റുക എന്നുള്ള കാര്യം കൂടി കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ആൻസറിലേക്ക് കിടക്കാം.
എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യം ഒരു ഹെഡിങ് കൊടുക്കണം. നറേഷൻ ആയാലും റൈറ്റപ്പ് ആയാലും പാരഗ്രാഫ് ആയാലൊക്കെ ഹെഡിങ് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എല്ലാത്തിനും ഹെഡിങ് വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ആൻ അഡ്വഞ്ചർ വിത്ത് എ ടൈഗർ എന്നുള്ളൊരു ഹെഡിങ് ആണ് കൊടുത്തത്. ഒരു ടൈഗർ മൊത്തമുള്ള കടുവയും മൊത്തമുള്ള സാഹസം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ ഹെഡിങ് തന്നെ അങ്ങോട്ട് കോപ്പി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വായിക്കാം. In order to complete a particular shot of his new film, Gopi Gain Bhagabain, Satyajit Ray needed a tiger. അതായത് തൻ്റെ പുതിയ സിനിമയായിട്ടുള്ള ഗൂപി ഗൈൻ ബഗാബൈൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക ഷോട്ട് തയ്യാറാക്കാൻ സത്യജിത് റായ്ക്ക് ഒരു കടുവയെ ആവശ്യമായി വന്നു. ഇനി ഇതേ പോർഷൻ തന്നെ നിങ്ങൾ സത്യജിത് റായ് നറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു മാറ്റം വരുത്താനുള്ളൂ. അതായത് ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് എ പെർട്ടിക്കുലർ ഷോട്ട് ഓഫ് ഹിസ് ന്യൂ ഫിലിം എന്നുള്ളടത്ത് ഹിസ് എന്നുള്ളതിന് പകരം മൈ ന്യൂ ഫിലിം എന്ന് വെക്കുക. അതായത് എൻ്റെ പുതിയ ഫിലിമായ ഗൂപി ഗൈൻ ബഗാബൈൻ, എന്നിട്ട് സത്യജിത് റായ് എന്നുള്ളതിന് പകരം ഐ എന്നും വെച്ചു കൊടുക്കുക. ഐ നീഡഡ് എ ടൈഗർ. അപ്പോൾ എൻ്റെ പുതിയ സിനിമയായ ഗോപി ഗൈൻ ബഗാബൈക്ക് വേണ്ടിയിട്ട് എനിക്കൊരു കടുവ ആവശ്യമായി വന്നു എന്ന് അർത്ഥം മാറും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം. ദ മാനേജർ ഓഫ് ദ ഭാരത് സർക്കസ് അഗ്രീഡ് ഹിം ടു ഗിവ് ദ ടൈഗർ ഫോർ ഷൂട്ടിംഗ്. അപ്പം ഭാരത് സർക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള സർക്കസിലെ മാനേജർ അയാൾക്ക് കടുവയെ കൊടുക്കാമെന്ന് എന്ത് ചെയ്തു, അഗ്രി ചെയ്തു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അഗ്രീഡ് ഹിം എന്നുള്ളടത്ത് സത്യജിത് റായ് ആണ് ഇത് നറേറ്റ് ചെയ്യുന്നെങ്കിൽ അഗ്രീഡ് മീ എന്നാക്കാം. ഓക്കെ, ഇനി ദ മാനേജർ ആസ്ക്ഡ് മിസ്റ്റർ തോററ്റ് ദ റിംഗ് മാസ്റ്റർ ടു ഹെൽപ്പ് റായ്. റായെ സഹായിക്കുന്നതിനായിട്ട് മാനേജർ മിസ്റ്റർ തോററ്റ് എന്ന സർക്കസിലെ റിംഗ് മാസ്റ്ററോട് ആവശ്യപ്പെട്ടു. അവിടെ നിങ്ങൾക്ക് റായ് എന്നുള്ളതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മീ എന്ന് വെക്കാം. എങ്ങനെ, സത്യജിത് റായ് ആണ് നറേറ്റ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ മാറ്റണമെന്ന് മനസ്സിലായില്ലേ? ഇനിയുള്ള ബാക്കിയുള്ളടത്തൊക്കെ ഇതേപോലത്തെ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. നിങ്ങൾക്ക് റായുടെ നറേഷനാണ് ചോദിക്കുന്നതെങ്കിൽ, അതല്ല നിങ്ങൾ നറേറ്റ് ചെയ്യുന്ന രീതിയിലോ അല്ലെ റൈറ്റപ്പോ ചോദിക്കുകയാണെങ്കിൽ ഇതെന്നെ അങ്ങോട്ട് ഇതേപോലെ എഴുതിയാൽ മതി കേട്ടോ. ഇനി ഓൺ ദ ഷൂട്ടിംഗ് ഡേ, അങ്ങനെ ഷൂട്ടിംഗ് ദിവസം ആസ് അറേഞ്ച്ഡ് വിത്ത് മിസ്റ്റർ തോററ്റ്, തോററ്റുമായി അറേഞ്ച് ചെയ്ത പ്രകാരം എ ലോറി അറൈവ്ഡ് വിത്ത് 2 വെൽ ഫെഡ് ടൈഗേഴ്സ്, 2 നല്ല മുഴുത്ത കടുവകളുമായിട്ട് ലോറി എത്തി. ഹി ബ്രോട്ട് 2 ടൈഗേഴ്സ് ബിക്കോസ് ഇഫ് വൺ ഡിഡ്ന്റ് ആക്ട് വിത്ത് ദ അതർ കുഡ് ബി യൂസ്ഡ്. അദ്ദേഹം അതായത് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ തോററ്റിനെയാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹം 2 കടുവകളെ കൊണ്ടുവന്നത് ഒന്ന് ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടാമത്തേതിനെ ഉപയോഗിക്കാം എന്നതിനാലാണ്. ഇനി അടുത്ത പാരഗ്രാഫ്. എ ട്രൈപോഡ് ഹോൾഡിംഗ് എ ക്യാമറ വാസ് പ്ലേസ്ഡ് ഫേസിംഗ് ദ ബാംബു ഗ്രോവ്. അപ്പം ഒരു മുളങ്കാടിനോട് ഫേസ് ചെയ്തുകൊണ്ട് ഒരു ട്രൈപോഡ്, അതായത് ക്യാമറ പിടിപ്പിച്ച ഒരു ട്രൈപോഡ് വെച്ചു. ദ ഓഡിയൻസ് വാസ് ഇൻസ്ട്രക്റ്റഡ് ടു സ്റ്റാൻഡ് ബിഹൈൻഡ് ദ ക്യാമറ. എല്ലാ ഓഡിയൻസിനോടും ക്യാമറയുടെ പുറകിലായിട്ട് നിൽക്കാൻ പറഞ്ഞു. ഗൂപി ആൻഡ് ബാഗ വേർ പ്ലേസ്ഡ് ക്ലോസ് ടു ദ ബാംബു ഗ്രൂവ് സോ ദാറ്റ് ദേ കുഡ് ബി സീൻ അലോങ് വിത്ത് ദ ടൈഗർ ഇൻ വൺ ഷോട്ട്. അങ്ങനെ നമ്മുടെ സിനിമയിലെ നായകന്മാരായ ഗൂപ്പിയോടും ബാഗയോടും ആ ബാംബു ഗ്രൂവിനോട് ചേർന്ന് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ചെയ്താലേ അവർക്ക് ഒരൊറ്റ സീനിൽ തന്നെ കടുവയെയും അതേപോലെ ഈ 2 പേരെയും ഒരുമിച്ച് കിട്ടും. എ 5 foot അയൺ റോഡ് വാസ് ഫിക്സ്ഡ് ടു ദ ഗ്രൗണ്ട്. ഒരു 5 അടിയോളം നീളമുള്ള ഒരു ഇരുമ്പിന്റെ വലിയ ദണ്ട് മണ്ണിലേക്ക് അടിച്ചിറക്കി. എ ടൈഗർ സ്കിൻ കോളർ ഹാഡ് ഓൾറെഡി ഫിക്സ്ഡ് അറൌണ്ട് ദ ടൈഗേഴ്സ് നെക്ക്. നമുക്ക് ഷൂട്ടിങ്ങിന് വേണ്ട കടുവയുടെ കഴുത്തിൽ ഓൾറെഡി ഒരു ടൈഗറിന്റെ സെയിം ആയിട്ടുള്ള ഒരു കോളർ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ദ കോളർ വാസ് ടൈഡ് വിത്ത് എ തിൻ സ്ട്രോങ് വയർ. പിന്നീട് ഈ ഒരു ടൈഗറിന്റെ കോളർ നേരെ എന്ത് ചെയ്തു, ഒരു നേരിയ എന്നാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പവർ ആയിട്ടുള്ള ഒരു വയറുമായിട്ട് ഘടിപ്പിച്ചു. ദ അതർ എൻഡ് ഓഫ് ദ വയർ വാസ് ടൈഡ് ടു ദ അയൺ റോഡ്. എന്നിട്ട് ഈ ഒരു ഇരുമ്പിന്റെ വയർ, തിന്നായിട്ടുള്ള ഇരുമ്പിന്റെ വയർ നമ്മൾ നേരെ എന്ത് ചെയ്തു, ആ ഒരു അയൺ റോഡ്, നേരത്തെ മണ്ണിൽ അടച്ചു വെച്ച ആ ഒരു അയൺ റോഡുമായിട്ട് കൂട്ടിക്കെട്ടി. As the door of the cage was opened and the tiger jumped out. അങ്ങനെ നമ്മുടെ കൂടിന്റെ ആ ഡോർ തുറന്നതും ടൈഗർ പുറത്തേക്ക് ചാടി. ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് കാംലി ഇറ്റ് സ്റ്റാർട്ടഡ് ജമ്പിങ് അബൌട്ട്. അപ്പോൾ വളരെ ശാന്തമായിട്ട് നടക്കുന്നതിന് പകരം നമ്മുടെ കടുവ എന്ത് ചെയ്യാൻ തുടങ്ങി, ചാടാൻ തുടങ്ങി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റിൽ കാംലി എന്നതിന് പകരം സെഡേറ്റ്ലി എന്നും അതേപോലെ ജമ്പിങ് എന്നതിന് പകരം പ്രാൻസിങ് എന്നാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അതേ വാക്കുകൾ എന്നോട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി അറ്റ് ഫസ്റ്റ് ദ പോർ ട്രെയിനർ തോററ്റ് കുഡിന്റ് മേക്ക് ദ ടൈഗർ അണ്ടർ ഹിസ് കൺട്രോൾ. ആദ്യം നമ്മുടെ തോററ്റിന് കടുവയെ തന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ദ ടൈഗർ കണ്ടിന്യൂഡ് ഇറ്റ്സ് നോട്ടി ബിഹേവിയർ ആസ് തോററ്റ് ഹെൽപ്ലെസ്ലി ഹോൾഡിംഗ് ദ വയർ. അപ്പം നമ്മുടെ തോററ്റ് ഇങ്ങനെ പാവം നിസ്സഹായനായിട്ട് ആ കടുവയുടെ ആ വയർ, കടുവയെ കെട്ടിയിട്ടുള്ള വയറിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. എന്നാൽ കടുവയാണെങ്കിൽ അതിന്റെ ചാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ദെൻ റായ് ആൻഡ് ഹിസ് മേറ്റ് സ്റ്റുഡ് ദർ ആസ് ഇഫ് ദേ വർ വാച്ചിങ് എ സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് സർക്കസ് ഫോർ ഫ്രീ. നമ്മുടെ റായും കൂട്ടരും ആണെങ്കിൽ ഈ ഒരു വിചിത്രമായ സർക്കസ് ഫ്രീ ആയിട്ട് കാണുന്ന പോലെ ഇങ്ങനെ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കടുവ നമ്മുടെ തോററ്റിനെയും കൊണ്ട് ഇങ്ങനെ ചാടി കളിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് റായ് ആൻഡ് ഹിസ് മേറ്റ്സ് എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് റായ് ആണ് നറേറ്റ് ചെയ്യുന്നെങ്കിൽ ഐ ആൻഡ് മൈ മേറ്റ്സ് എന്ന് എഴുതിയാൽ മതി. ഇനി but after a while the tiger became calm and some shots were taken. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ടൈഗർ വളരെ ശാന്തനാവുകയും ഞങ്ങൾക്ക് കുറച്ച് ഷോട്ടുകളൊക്കെ എടുക്കാൻ കഴിയുകയും ചെയ്തു. but the shots were later found to be dark owing to the poor light. പക്ഷെ വേണ്ടത്ര വെളിച്ചമില്ലാത്തത് കാരണം തന്നെ, owing to എന്ന് പറഞ്ഞാൽ കാരണത്താൽ എന്നാണ് അർത്ഥം. അപ്പോൾ വെളിച്ചക്കുറവ് മൂലം ആ ഷോട്ടുകളൊന്നും ക്ലിയർ ആയിരുന്നില്ല.
സോ ഓൾ ദ സീൻസ് ഹാഡ് ടു ബി ഷോട്ട് അഗെയിൻ. അതോട് കൂടിയിട്ട് എല്ലാ സീനും രണ്ടാമത് ഷൂട്ട് ചെയ്യേണ്ടി വരികയാണ്. എ ബാംബു ഗ്രൂ ഇൻ ബോറാൽ വാസ് ഫൗണ്ട്. അങ്ങനെ ഷൂട്ടിംഗ് ലൊക്കേഷൻ മാറ്റി ബോറാൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ബാംബു ഗ്രൂ, ഒരു മുളങ്കാട് കണ്ടെത്തി. ദ ലോറി അറൈവ്ഡ് അഗെയിൻ വിത്ത് തോററ്റ്, ദ ടൈഗർ, ദ സ്റ്റീൽ വയർ, എ സ്പെഷ്യൽ കോളർ വിത്ത് അയൺ റോഡ്. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തോററ്റും അതേപോലെ തന്നെ ടൈഗറും സ്റ്റീൽ വയറും എല്ലാം വീണ്ടും എത്തി. ബട്ട് ദിസ് ടൈം ദ ഹോൾ വില്ലേജ് കെയിം ടു വാച്ച് ദ ഷൂട്ടിംഗ്. പക്ഷേ ഇത്തവണ ബോറാൽ എന്ന ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും തന്നെ അവർ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി എത്തിയിരുന്നു. The villagers were told to keep at least 70 feet away from the scene of the shot. അപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 70 അടിയെങ്കിലും ദൂരം പാലിക്കണമെന്ന് ആ ഒരു ഓഡിയൻസിനോട് ആവശ്യപ്പെട്ടു. വിതൗട്ട് ലിസണിങ് ടു ദ ഇൻസ്ട്രക്ഷൻസ്, ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഒന്നും കേൾക്കാതെ, അതായത് നമ്മുടെ റായും കൂട്ടരും പറഞ്ഞൊന്നും കേൾക്കാതെ, ദ എൻറ്റയർ ക്രൗഡ് സ്റ്റുഡ് സോ ക്ലോസ് ടു ദ ക്യാമറ ആസ് ദേ കുഡ്. ഓരോ ഈ ജനക്കൂട്ടം മുഴുവൻ അവരെ കൊണ്ട് പറ്റാവുന്ന അത്രയും ക്യാമറയുടെ അടുത്ത് നിന്നു, ഷൂട്ടിംഗ് നല്ല അടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് അല്ലേ. തോററ്റ് ഓപ്പൺ ദ കേജ്. അങ്ങനെ നമ്മുടെ തോററ്റ് കൂട് തുറന്നു. വിത്ത് എ ലൗഡ് റോർ, ഒരു വലിയ അലർച്ചയോട് കൂടി ദ ടൈഗർ ചാർജ്ഡ് ടുവാർഡ്സ് ദ ക്രൗഡ്. കടുവ നേരെ ആ ഒരു ക്രൗഡിന്റെ നേരെ, ജനക്കൂട്ടത്തിന് നേർക്ക് ചാടി. ദ ക്രൗഡ് ഡിസപ്പിയർഡ് ആസ് ഇഫ് ബൈ മാജിക്. ഒരു മാന്ത്രിക വിദ്യയിൽ എന്ന പോലെ തന്നെ, അല്ലെങ്കിൽ മാജിക് പോലെ തന്നെ എല്ലാ ക്രൗഡും അവിടെ നിന്ന് അപ്രത്യക്ഷമായി. സൂൺ ദ ടൈഗർ കാംഡ് ഡൗൺ. ടൈഗർ പെട്ടെന്ന് തന്നെ ശാന്തനായി. ആൻഡ് ദ ഷോട്ട്സ് വെർ ടേക്കൺ ആസ് റിക്വയർഡ്. ആവശ്യമായ ഷോട്ടുകളൊക്കെ എടുത്തു. ഫോർച്ചുനേറ്റ്ലി ദ ക്യാമറ ബിഹേവ്ഡ് വെൽ അറ്റ് ദിസ് ടൈം. ഈ സമയത്ത് ഭാഗ്യവശാൽ ക്യാമറ നന്നായി പ്രവർത്തിച്ചു. ആൻഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദ ടാസ്ക്. അപ്പോൾ അവർ ആ ടാസ്ക് വളരെ നല്ലപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ദേ എന്നുള്ളിടത്ത് വി എന്ന് വെച്ചാൽ മതി, അഥവാ റായി ആണ് നറേറ്റ് ചെയ്യുന്നെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് റായിയുടെ നറേഷനും ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. ഇനി റൈറ്റപ്പ് മാത്രമല്ല കേട്ടോ, റൈറ്റപ്പ് നറേഷനും മാത്രമല്ല, ഈ ഒരു സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തയ്യാറാക്കാൻ വന്നാലോ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാൻ വന്നാലോ, ഡയറി ഉണ്ടാക്കാൻ വന്നാലോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു ലെറ്റർ തയ്യാറാക്കാൻ വന്നാലോ ഒക്കെ നിങ്ങൾക്ക് ഇതിലെ കണ്ടന്റ് വെച്ചിട്ട് തന്നെ ആ ഒരു ഫോർമാറ്റ് മാത്രം മാറ്റിക്കൊടുത്ത് എഴുതാം. ഓക്കെ.